ഹൈന്ദവരായ നമ്മളുടെ ഇടയിൽ ഇന്ന് വളരെ വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു വിഷയമാണ് ആരാധന എന്നുള്ളത്. എന്നാൽ ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, ഇതിൻ്റെ മൂല്യം കുറയുന്നുണ്ടോ? ആരാധന നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്കറിയാം, നമ്മളുടെ ക്ഷേത്രങ്ങളിൽ ഉള്ള തിരക്ക് വർദ്ധിച്ചു എന്നുള്ളത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ക്ഷേത്രങ്ങളിലെല്ലാം, ശബരിമലയിലെ തന്നെ കണക്കെടുക്കുമ്പോൾ നമുക്കറിയാം, ഓരോ വർഷവും ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പക്ഷെ നമുക്ക് ആധ്യാത്മികമായ വിഷയങ്ങളിലുള്ള പരിജ്ഞാനവും ക്ഷേത്ര ദർശനത്തിൻ്റെ മൂല്യാധിഷ്ഠിതമായ ക്ഷേത്ര ദർശനത്തിൻ്റെ അഭാവവുമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് പലപ്പോഴും തോന്നിപ്പോവുകയാണ്. ഈ സത്ര സമാരംഭ സഭയിൽ നമ്മുടെ ആരാധ്യനായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ തന്ത്രി അക്കീരമൺ കാളിദാസ് അവറുകൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, നമുക്കിതിലേക്കൊക്കെ അടുക്കേണ്ട ഒരു സമയം സമാഗതമായിരിക്കുകയാണ്. അത്തരം വിഷയങ്ങളിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വേദിയാണ് ഇതുപോലുള്ള സത്രവേദികൾ. സത്രം എന്ന് പറയുമ്പോൾ പ്രഭാഷണങ്ങൾക്ക്, വിവിധ വിഷയങ്ങളിലുള്ള പ്രഭാഷണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വേദികളാണ്. ആ വേദികളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരുപക്ഷെ ഇത്തരം ആധ്യാത്മിക സദസ്സുകളിലൊക്കെ പങ്കെടുക്കേണ്ടവർ 50 വയസ്സുകൾ കഴിഞ്ഞവരാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്, അല്ലേ? ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, ഏറെക്കുറെ നരച്ച തലകളാണ് കാണുന്നത്. അപ്പൊ 50 വയസ്സ് കഴിഞ്ഞവർക്കുള്ളതാണ് ആധ്യാത്മികത എന്നുള്ളൊരു മിഥ്യാധാരണ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ അത് തികച്ചും തെറ്റാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അടിസ്ഥാന ശില പാകേണ്ടത് ഒരു 9 വയസ്സിന് മുമ്പായിരിക്കണം, 5 വയസ്സ് മുതൽ ആരംഭിക്കണം എന്ന്. കാരണം നമ്മളിന്ന് ആശങ്കപ്പെടുന്ന, ഞാനിന്ന് ഇവിടേക്ക് കടന്നു വരുമ്പോൾ കേൾക്കുന്നത് തന്നെ, പുറം നാട്ടിലേക്കൊക്കെ പഠിക്കാൻ പോകുന്ന നമ്മളുടെ കുട്ടികൾക്ക് സംഭവിക്കരുതാത്ത കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു തോന്നുന്നു. നമ്മളുടെ കുട്ടികളെ ധർമ്മബോധമുള്ളവരാക്കി മാറ്റേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ കൂട്ടിയിട്ടാണ് നിർബന്ധിച്ച്, മറ്റെല്ലാ കാര്യത്തിലും നമ്മൾ നിർബന്ധിക്കാറുണ്ട് കുട്ടികളെ, അല്ലേ? ട്യൂഷന് പോകാൻ നിർബന്ധിക്കും, മറ്റ് വിഷയങ്ങൾ പഠിക്കാൻ നമ്മൾ നിർബന്ധിക്കാറുണ്ട്, സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് അവരുടെ ഈ അവധിക്കാലത്ത് പോലും നമ്മൾ നിർബന്ധിക്കാറുണ്ട്. അങ്ങനെ പല വിഷയങ്ങളിൽ നമ്മൾ നിർബന്ധം ചെലുത്താറുണ്ട്. പക്ഷെ ക്ഷേത്ര ആരാധന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആധ്യാത്മിക സദസ്സുകളിലേക്ക് അവരെ എത്തിക്കുവാൻ വേണ്ട നിർബന്ധം നമ്മൾ കൊടുക്കാറില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം അവരെ കൂടി ഇനി വരും ദിവസങ്ങളിലെങ്കിലും വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട്, അതിന് വേണ്ടുന്ന വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടിയിട്ട് ഇത്തരം സദസ്സുകളിലും ക്ഷേത്രങ്ങളിലേക്കുമൊക്കെ ആനയിക്കണം എന്ന് പ്രാരംഭമായി തന്നെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കാം. ക്ഷേത്ര ആരാധനയാണ് വിഷയം. നിങ്ങൾക്കറിയാൻ പറ്റാത്തതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ക്ഷേത്രത്തിൽ പോയാൽ എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം ആരാധിക്കേണ്ടത് എന്ന് അറിയാൻ വയ്യാത്തതായിട്ട് ആരും തന്നെ എനിക്ക് മുമ്പിൽ ഇരിക്കുന്നില്ല എന്നെനിക്ക് വളരെ വ്യക്തമായി ബോധ്യമുണ്ട്. കാരണം നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിലേക്ക് പോയാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആരാധനക്രമങ്ങൾ, അവിടെ ചെല്ലുക, ഭഗവാനെ തൊഴുക. എങ്ങനെയാണ് ചെല്ലേണ്ടതെന്ന് നമുക്കറിയാം. കുളിക്കണം, ശുഭ്രവസ്ത്രം ധരിക്കണം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ ശ്രീലകത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഭഗവാനെ വണങ്ങണം, പിന്നീട് പ്രദക്ഷിണം ചെയ്യണം, സാധിക്കുമെങ്കിൽ അവിടെ ഇരുന്ന് കുറച്ച് സ്തോത്രങ്ങളും മറ്റ് കീർത്തനങ്ങളുമൊക്കെ ആലപിക്കണം.
വഴിപാട് കഴിക്കണം, പ്രസാദം സ്വീകരിക്കണം, മടങ്ങിപ്പോരണം. അല്ലേ? ഇതല്ലേ ഉള്ളൂ ക്ഷേത്രാരാധന. ഇത്രയേ ഉള്ളൂ. അതേക്കുറിച്ച് കൂടുതൽ എന്ത് പറയാനാന്ന് ഞാനും ചിന്തിക്കാറുണ്ട്, കേൾക്കുന്ന നിങ്ങൾക്കും ചിന്തയില്ലാതില്ല. പക്ഷേ ഇത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ക്ഷേത്രാരാധനയിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന വിഷയമാണ്. ആ വിഷയത്തിലാണ് നമ്മളുടെ അറിവിൻ്റെ പോരായ്മകളുള്ളത്. അപ്പം അതെങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പം എന്തിനാണ് ക്ഷേത്രം, എന്താണ് ക്ഷേത്രം, എന്തിനാണ് ആരാധന? ഈ കാണുന്ന ബിംബങ്ങൾ പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, അല്ലേ? ഏക ദേവതയെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവര് ബഹുദൈവാരാധനയെ നിഷേധിച്ച് പറയുമ്പോൾ ചിലരെങ്കിലും അതൊക്കെ ശരിയല്ലേ എന്ന് ചിന്തിക്കാറുണ്ട്. നമുക്ക് ദേവതാ ബിംബങ്ങൾ അല്ലെങ്കിൽ അവയെന്താണ്, അതെന്തിനാണ്, ഇത്ര ദൈവങ്ങൾ വന്നതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ ആ വിഷയത്തിലേക്കുള്ള കുറച്ച് വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കാനുണ്ട്. അപ്പം ക്ഷേത്രം ആരാധന എന്ന് പറയുന്നത് ദേവയജ്ഞം എന്ന പഞ്ചമഹായജ്ഞങ്ങളിലെ ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രഹ്മയജ്ഞം അഥവാ ഋഷിയജ്ഞം, രണ്ടാമത് ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം അല്ലെങ്കിൽ അതിഥി യജ്ഞം, ഭൂതയജ്ഞം. ഇങ്ങനെ 5 മഹായജ്ഞങ്ങളാണ് നാം അനുഷ്ഠിക്കേണ്ടത്. ഗൃഹസ്ഥരായവർ അനുഷ്ഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളാണ്. അതിൽ ഒന്നാമത്തെ യജ്ഞം എന്ന് പറയും. ഇത് മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതുള്ളൂ. ഹിന്ദുവിന് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, ഹിന്ദുവിന് ധാരാളം ദേവതകളുണ്ട്, ഹിന്ദുവിന് നിരവധി അർത്ഥമറിയാത്ത ആചാരങ്ങളുണ്ട്. ഇതിൽ ഏത് നമ്മൾ എടുക്കണം എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന നമ്മളുടെ മുമ്പിൽ ഋഷിമാർ പറയുകയാണ്, ഈ 5 യജ്ഞങ്ങൾ മാത്രം നിങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ മതി, ആധ്യാത്മികമായ പുരോഗതി ഉണ്ടാകും. എന്താ ഈ ആധ്യാത്മിക പുരോഗതി എന്ന് പറഞ്ഞാൽ? അതാണ് ക്ഷേത്രത്തിലൂടെ നമ്മൾ ഭാവന ചെയ്യുന്നത്, ഈശ്വരനായി മാറുക. മറ്റെല്ലാ മതവിശ്വാസങ്ങളിലും അതിൻ്റെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ അതിൻ്റെ ദേവതാ സങ്കല്പങ്ങൾ സഞ്ചരിച്ച വഴിയെ നടക്കാൻ മാത്രം സാധിക്കുമ്പോൾ ഹിന്ദുവിൻ്റെ സ്വാതന്ത്ര്യം ഈശ്വരനായി പരിണമിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈശ്വരനായി പരിണമിക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ ഈ യജ്ഞങ്ങളെല്ലാം നടക്കുന്നത്. പൂജ അനുഷ്ഠിക്കുന്ന ഒരുവൻ ആദ്യം ഭൂതശുദ്ധി ആചരിക്കാറുണ്ട്. എന്തിനാണ് ഭൂതശുദ്ധി എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് ശിവനായി പരിണമിക്കാനാണ്. ശിവനായി ശിവം ഭൂത്വ ശിവം യജേത്. ആദ്യം ശിവനായി പരിണമിക്കണം എന്നാ. അപ്പോൾ ഈ ദേവതയായി പരിണമിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനായിട്ട് അനുഷ്ഠിക്കേണ്ട 5 യജ്ഞങ്ങളെക്കുറിച്ചൊന്ന് ചെറുതായി സൂചിപ്പിച്ച് നമുക്ക് ക്ഷേത്രാരാധനയിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തേത് ബ്രഹ്മയജ്ഞം. ബ്രഹ്മയജ്ഞം എന്ന് പറയുമ്പോൾ ഋഷിമാരെ സന്തോഷിപ്പിക്കുന്ന അല്ലെ ഋഷികടം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യജ്ഞമാണ്. അതെങ്ങനെ അനുഷ്ഠിക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് മുമ്പിലേക്ക് ഋഷിപ്രോക്തങ്ങളായി വന്നിരിക്കുന്ന ഗ്രന്ഥങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ യജ്ഞം, ബ്രഹ്മയജ്ഞം. ഋഷിപ്രോക്തങ്ങളായി നിരവധി ഗ്രന്ഥങ്ങൾ നമുക്കറിയാം. വേദം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ 4 വേദങ്ങളുണ്ട്. ആ വേദങ്ങളെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കില്ല. കാരണം വേദത്തിൻ്റെ സംസ്കൃതം വൈദികമാണ്, പ്രൗഢമാണ്. സാമാന്യ ലൗകിക സംസ്കൃതം വെച്ചുകൊണ്ട് വേദത്തെ നമുക്ക് കൃത്യമായി പഠിക്കാൻ, അതിൻ്റെ അന്തസത്തയെ കൃത്യമാക്കി മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് അതിൽ പറയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെ വളരെ ലഘൂകരിച്ച് പറയപ്പെട്ടിട്ടുള്ളതാണ്. കഥയോടുകൂടി സമ്മേളിപ്പിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ. അതിൽ രാമായണവും ഭാഗവതവും അറിയാത്ത ഹിന്ദു ഒരു പക്ഷെ ഉണ്ടാവില്ല. അതിൻ്റെ കഥകൾ, അതിൻ്റെ ആ കഥാതന്തു മനസ്സിലാക്കാത്ത വ്യക്തികൾ ഉണ്ടാവത്തില്ല. പക്ഷെ അതിനെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോഴാണ് രാമായണമൊക്കെ
വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഓരോ രാമായണ മാസത്തിലൊക്കെ നമ്മൾ രാമായണ പാരായണം നിർവഹിക്കാറുണ്ട്. ആ പാരായണത്തോടൊപ്പം ഒരു ഭാഗത്തെ കൂടി നമ്മുടെ ഗൃഹാന്തരീക്ഷങ്ങളിൽ ഇരുന്ന് ചിന്തിച്ച് പുതിയ തലമുറയുടെ കുട്ടികളോട് ചർച്ച ചെയ്യുമ്പോഴാണ് എങ്ങനെയാണ് ഒരുവൻ ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയൊക്കെ ജീവിക്കരുത്, എങ്ങനെ ജീവിച്ചാൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാകൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഋഷിമാർ പറഞ്ഞു തന്നിട്ടുള്ള രാമായണവും ഭാഗവതവും അതുപോലെ തന്നെ 18 ഭാഗവതം ഒഴിച്ചുള്ള മറ്റ് 17 പുരാണങ്ങളും എല്ലാം നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് ബ്രഹ്മയജ്ഞത്തിലൂടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ യജ്ഞമാണ് ദേവയജ്ഞം. ദേവയജ്ഞം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാരാണ്. അമ്പലത്തിലൊന്നും പോകണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? തപസ് അനുഷ്ഠിച്ചാൽ മതി. എളുപ്പല്ലേ? വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ് തപസ് ചെയ്യുക എന്നുള്ളത്. ആ തപസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ക്ലിഷ്ടതയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു തപസ്വിയുടെ ജീവിതം ഏതോ ഒരു പഴയകാല സിനിമയിൽ സന്യാസിയായേക്കാമെന്ന് വിചാരിച്ച് ശ്രീനിവാസൻ ഗാർഹസ്ഥ്യം മടുത്തിട്ട് അല്ലെങ്കിൽ ഗാർഹസ്ഥ്യത്തിന്റെ ക്ലിഷ്ടതകൾ വെടിയാൻ വേണ്ടിയിട്ട് സന്യാസിയായ ഒരു കഥ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ എളുപ്പമുള്ള മാർഗമാണ് സന്യാസം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തപസ് അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ മന്ത്രം ജപ അനുഷ്ഠാനങ്ങൾ തുടരുക എന്ന് വിചാരിച്ചാൽ തെറ്റാണ്. വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ട, ഒരു ദിവസം പോലും അവധിയില്ലാതെ മുന്നോട്ട് പോകേണ്ട ഒരു ജീവിത ചര്യയാണ് തപസ്വികളുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് അത് വളരെ എളുപ്പം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. മന്ത്രോപാസന, തപസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ വളരെ എളുപ്പമല്ല. അപ്പൊ അതിനെ എളുപ്പമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ പൂർവ്വസൂരികളായിട്ടുള്ള ഋഷിമാർ നമുക്ക് മുമ്പിലേക്ക് ഭാവന ചെയ്തിട്ടുള്ളതാണ് ഈ ദേവാരാധനയിൽ ഇന്ന്, അല്ലെങ്കിൽ ദേവയജ്ഞത്തിൽ നിന്ന് ഇന്ന് നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്ര ആരാധന. അതായത് ഒരുവൻ തപസ് ചെയ്താൽ ആ തപസ്സിലൂടെ അവന് എത്തേണ്ട അവസ്ഥയെ ക്ഷേത്രാരാധന എന്ന ലഘൂകരിച്ച ഒരു ആരാധനാ സമ്പ്രദായത്തിലൂടെ അവനെ എത്തിക്കുന്ന അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ഒരു താന്ത്രിക യന്ത്രമാണ് ക്ഷേത്രം. താന്ത്രിക യന്ത്രം എന്നാണ് മഹാത്മാക്കൾ ഈ ക്ഷേത്രത്തെ ഒരു യന്ത്രമാണ്. നമുക്കറിയാം യന്ത്രം എന്ന് പറഞ്ഞാൽ എന്താന്ന് അല്ലേ? നമ്മളുടെ ജോലിയൊക്കെ കുറച്ച് നമുക്ക് ഏറ്റവും ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരായതുകൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം ഉണ്ടാക്കുന്ന ഒരു യന്ത്രമുണ്ട് അല്ലേ? എന്താ അത്? മിക്സി എന്ന് പറയും അല്ലേ? തേങ്ങ ചുരുണ്ടുക, കല്ലിൽ വെച്ച് കുറേ നേരം അരയ്ക്കുക, ഇതൊക്കെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ. ഇപ്പൊ ഒക്കെ മിക്സർ ഗ്രൈൻഡറിന്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ ഒരു തേങ്ങ ചിരണ്ടുന്ന ഒരു മെഷീൻ കൂടെ ഉണ്ട് അല്ലേ? അതിൽ കാണിക്കുക, വരുന്ന തേങ്ങ എടുത്ത് അതിനകത്തിരിക്കുക, 2 മിനിറ്റ് കൊണ്ട് കഴിയും. അതൊരു യന്ത്ര അല്ലേ? അപ്പൊ നമുക്ക് വളരെ പ്രയാസമേറിയ ഒരു കർമ്മത്തെ ലഘൂകരിച്ച് തന്ന ഒരു യന്ത്രം എന്ന് പറഞ്ഞ പോലെ വളരെ ക്ലിഷ്ടമായിരിക്കുന്ന ജപതപാദികളെ, അതിൻ്റെ മാർഗത്തെ ലഘൂകരിക്കുന്ന ഒരു യന്ത്ര സംവിധാനമാണ് ക്ഷേത്രം. ക്ഷേത്രത്തെ മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു തപസ് അനുഷ്ഠിക്കുന്ന ഒരു സാധകനാണ്. ഒരു മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്ന സാധകനാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മന്ത്രം ജപിക്കുന്നത്? ഇപ്പൊ നമ്മളുടെ പല ആൾക്കാരുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മളെല്ലാം ക്ഷേത്രത്തിൽ പോകുന്നതും ആരാധന നടത്തുന്നതും പുഷ്പാഞ്ജലി കഴിക്കുന്നതും പായസം കഴിക്കുന്നതും ഒക്കെ ആ ക്ഷേത്രത്തിലെ ദേവതയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അല്ലേ? അങ്ങനെ ഒരു ധാരണയില്ലേ നമുക്ക്? ഉണ്ട് അല്ലേ? ആ ക്ഷേത്രം നിലനിൽക്കാൻ വേണ്ടിയിട്ടല്ലേ? ആ ക്ഷേത്രത്തിലെ യഥാർത്ഥത്തിൽ ക്ഷേത്രം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് അവിടെ കുടികൊള്ളുന്ന അയ്യപ്പസ്വാമിക്ക് വേണ്ടിയിട്ടോ അല്ലെ മഹാവിഷ്ണു ഭഗവാന് വേണ്ടിയിട്ടോ ഒന്നുമല്ല, നമുക്ക് വേണ്ടിയിട്ടാ. ഈ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് തന്ത്രി ദേവനെ അവിടെ പിടിച്ചിരുത്തി അഷ്ടബന്ധമൊക്കെ വെച്ച് ഉറപ്പിച്ചിട്ട് ഒരു പൂജ കഴിക്കുന്ന കൂടെ ദേവനോട് ചെയ്യുന്ന കുറെ കണ്ടീഷൻസ് ഉണ്ട്. എന്തിനൊക്കെയാ വേണ്ടിയിട്ടാണ്? ഇപ്പൊ നമ്മൾ ഒരാളെ വിളിച്ച് ഇവിടെ ഇരുത്തുക, ഇപ്പൊ എന്നെ വിളിച്ച്
പെട്ടെന്ന് ഓടിവാ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് ഇരുത്തി. 10:30 ആയപ്പോഴാണ് എന്നോട് പറഞ്ഞത് പെട്ടെന്ന് വരണം, ഇവിടെ 11:45 ഇവിടെ എത്തണം എന്ന് പറഞ്ഞ് ഓടിപ്പിടിച്ച് വന്ന് ഇരുന്നപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, എന്തിനാ എന്നെ ഇവിടെ വിളിച്ചിരുത്തിയത് എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞ പോലെ ദേവത തന്ത്രിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാ ഇവിടെ എന്നെ ഇരുത്തിയത്? അപ്പൊ തന്ത്രി പറയും, ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായ നഃ സാന്നിധ്യം ച തഥാ ദേവ പ്രത്യഹം പരിവർത്തയ മാ ഭൂൽ പ്രജാവിരാധോസ്മി യജമാന സമൃദ്ധ്യത എന്ന് പറയുന്ന ഒരു വലിയ ലിസ്റ്റ് വായിച്ചാണ് ഇരുത്തിയേക്കുന്നത്. അതിന്റെ തുടക്കം മാത്രം ഒന്ന് സൂചിപ്പിച്ചാൽ, ലോകാനുഗ്രഹ ഹേത്വർത്ഥം എന്തിനാ ഇരുത്തിയേക്കുന്നത്? ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ കണ്ടീഷൻ സുഖായ നഃ, ഞങ്ങളുടെ, നഹ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ടും. സ്ഥിരീഭവ, ഇവിടെ ഇരിക്കണം. എത്ര കാലം ഇരിക്കണം? 1-2 ജനറേഷൻ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് വരെ ഇരിക്കണം. ആണോ? അല്ല, പിന്നെ എത്ര കാലം ഇരിക്കണം? യാവത് ചന്ദ്ര. അപ്പൊ ഇത് കഴിയുമ്പോൾ ഭഗവാൻ ചോദിക്കും എത്ര നാളെ ഇരിക്കേണ്ടതെന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ പറയും, യാവത് ചന്ദ്രശ്ച സൂര്യശ്ച യാവത് തിഷ്ഠതി മേദിനി താവതത്രൈവ തിഷ്ഠ. എത്ര കാലം ഇരിക്കണം? സൂര്യന് എത്ര കാലമാണോ, യാവത് സൂര്യഃ ചന്ദ്രഃ മേദിനി, സൂര്യനും ചന്ദ്രനും ഭൂമിയും ഉള്ളത് അത്ര കാലം ഇരുന്നാൽ മതി. നിസ്സാര കാലമേ ഉള്ളൂ. 12 വർഷമെന്നോ 120 വർഷമെന്നോ 1200 വർഷമെന്നോ അല്ല പറഞ്ഞത്. എത്ര കാലം സൂര്യനും ചന്ദ്രനും ഈ ഭൂമിയും ഉള്ളത് അത്ര കാലം ഇരുന്നാൽ മതി. എന്താ ചെയ്യേണ്ടത്? ലോകത്തെ അനുഗ്രഹിക്കുക, ഞങ്ങൾക്ക് സുഖമുണ്ടാക്കുക. പിന്നെ യജമാനന്റെ വൃദ്ധി ഉണ്ടാകട്ടെ, രാഷ്ട്രത്തിന് ഹിതമുണ്ടാകട്ടെ, രാജ്യം ഭരിക്കുന്നവർക്ക് ഹിതമുണ്ടാകട്ടെ, അങ്ങനെ ഒരു വലിയ നീണ്ട ലിസ്റ്റുണ്ട്. അപ്പൊ ഇവരെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഏതു തരത്തിലുള്ള അനുഗ്രഹമാണ് അവർക്ക് കൊടുക്കേണ്ടത്? അവർ ചോദിക്കുന്ന വീട് കൊടുക്കണം, അല്ലെ? വാഹനം കൊടുക്കണം, ഭൂമി കൊടുക്കണം എന്നാണ് പറഞ്ഞേ? അല്ല, അവരെ തന്നോളം ഉയർത്തണം. താൻ ഈ ആധ്യാത്മിക സാധന കൊണ്ട് ഏതു തലത്തിലേക്കാണോ എത്തിച്ചേരുന്നത് ആ തലത്തിലേക്ക് അവരെ കൂടി എത്തിക്കുക എന്നുള്ള ലക്ഷ്യം. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ചോദിച്ച ലിസ്റ്റുകളെല്ലാം സാധിച്ചു കിട്ടിയത്, അല്ലേ? നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റും കൊണ്ടാണ് പോകുന്നത്, ആണോ? ഇല്ല, ഇന്നലെ വരെയുള്ള ലിസ്റ്റ്, ഇന്നലെയൊക്കെ പല ക്ഷേത്രങ്ങളിലും വൈകിട്ടൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്ന ലിസ്റ്റ് SSLC-ക്കാരുടെ ലിസ്റ്റാ. ഇന്നിപ്പോ അത് കഴിഞ്ഞു. ഇന്ന് ഹയർ സെക്കൻഡറിക്കാരുടെ ലിസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തുടങ്ങിയിട്ട് ഹയർ സെക്കൻഡറിക്കാരുടെ ലിസ്റ്റ് വന്നു. അവർക്ക് നല്ലൊരു ഫുൾ A+ വേണം. ഇനി ചില ആൾക്കാർ ഫുള്ള് വേണ്ട, ഒന്ന് കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ വീട് വേണ്ടവർ, ഇത് ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട് വേണ്ടവരുടെ, ലോട്ടറി അടിക്കേണ്ടവരുടെയൊക്കെ ലിസ്റ്റുകൾ വരും, അല്ലെ? ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ലോട്ടറി പൂജിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പം എൻ്റെ നാട്ടിലൊരു പ്രായമുള്ള ശാന്തിക്കാരുണ്ടായിരുന്നു, അമ്പലത്തിലെ പൂജ കഴിക്കുന്ന ആളെ. അപ്പോൾ ആള് എന്നും ലോട്ടറി എടുക്കും. അപ്പോൾ അയാൾ ലോട്ടറി എടുക്കുന്ന അറിയാവുന്ന ഒരാൾ ഒരു ബമ്പറിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ആളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത്, ഇതൊന്ന് പൂജിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പൊ ആള് ദേഷ്യപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പൂജിച്ചു കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ അതിന് പറ്റത്തില്ല, കൊണ്ടുപോടാന്നൊക്കെ പറഞ്ഞ് ഓടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആള് പറയുക, അപ്പൊ പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ലോട്ടറി ഒന്ന്. ആള് ഭഗവാന്റെ പീഠത്തിനടിയിൽ ഒരു 6 കോടിയുടെ 12 കോടിയുടെ ലോട്ടറി എടുത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതൊക്കെ പൂജിച്ച് അടിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ, അല്ലേ? മുമ്പ് ഞാൻ പറഞ്ഞ ആവശ്യം ഈശ്വരനോടം എത്തണം എന്നൊരാവശ്യം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അതിനൊരു ഉദാഹരണം പറയാം നമുക്ക്. ഇപ്പൊ ആരെങ്കിലും ഈ മാർഗത്തിൽ സഞ്ചരിച്ചേക്കാം, തപസ്വി ആയേക്കാം എന്ന് വിചാരിച്ച് ചെറുപ്പത്തിൽ തൊട്ടേ നെറ്റിയിൽ ഒരു 3 വിരലുകൊണ്ട് ഭസ്മൊക്കെ തൊട്ട് കാഷായൊക്കെ കൊടുത്ത് നടക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓടുന്ന ആള് ഇയാളുടെ അച്ഛനും അമ്മയായിരിക്കും. എങ്ങോട്ടാ ഓടുന്നത്? അടുത്ത ജോത്സ്യനെ പോയി കാണും. ഇനി ഹോസ്പിറ്റലിൽ പോയി സൈക്കാട്രി വിഭാഗത്തിൽ പോയി അവരുടെ അഡ്വൈസ് വാങ്ങും. ഇവൻ എന്തോ മെന്റൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, കാരണം വീട്ടിൽ വന്നിരുന്ന കുത്തിയിരുന്ന് നാമജപമാണ്,
രാവിലെ 3:30 മണിക്ക് എഴുന്നേക്കും, നെറ്റിയിൽ ഭസ്മം ധരിക്കും, വെളുപ്പിനെ ഓടി അമ്പലത്തിൽ പോക്കാണ്. അവിടെ പോയി കുറെ ശയനപ്രദക്ഷിണം ചെയ്ത് തിരിച്ചു വന്ന് വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, അങ്ങനെ എല്ലാ ദേവന്മാരുടെയും സഹസ്രനാമം ജപിക്കുന്നു. എന്തോ കുഴപ്പമുണ്ട്. സസ്യാഹാരമാക്കി, ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ കഴിക്കൂ. ഇവനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടും. അവൻ ഏത് വഴിയാ സഞ്ചരിക്കാൻ പോയത്? ഈശ്വരന്റെ വഴിയെ സഞ്ചരിക്കാൻ പോയാ. നമുക്ക് ഭയാണ് അല്ലേ? അപ്പോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല. പിന്നെ നമ്മുടെ ഈ ലോക ജീവിതം വലിയ കഷ്ടപ്പാടൊന്നും കൂടാതെ അത്യാവശ്യം കുറച്ച് ഫണ്ടൊക്കെ എവിടുന്നെങ്കിലും പരിശ്രമിക്കാതെ തന്നെ കിട്ടിയിട്ട് അതുകൊണ്ടൊക്കെ ഒന്ന് ജീവിക്കണം. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൽ പോകുമ്പോഴുള്ള ആവശ്യം. സാധാരണക്കാരന്റെ അവസ്ഥയാണ് പറയുന്നത് കേട്ടോ. ആരെങ്കിലും ഇതില് അസാധാരണക്കാരുണ്ടെങ്കിൽ അവരെ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുകയാണ്. ഞാൻ സാധാരണക്കാരോടാണ് സംസാരിക്കുന്നത്. അപ്പോ ഇതല്ല ക്ഷേത്രം. എന്നാൽ ഇതൊക്കെ വേണ്ടേ? വേണം. ഒരു കൊച്ചുകുട്ടി, 8 മാസം 10 മാസമൊക്കെ പ്രായമുള്ള ഒരു കുട്ടി വീട്ടിലുണ്ട്. നമ്മൾ അത്യാവശ്യം വീട്ടിൽ മറ്റാരും ഈ കുട്ടിയെ എടുത്ത് സഹായിക്കാനില്ലാത്തൊരു സിറ്റുവേഷനിൽ അമ്മ അതിനെ ഉമ്മർത്ത് ഒരു പായൊക്കെ വിരിച്ച് കടത്തിയിട്ട് അടുക്കളയിൽ പോയി ജോലി ചെയ്യും. ജോലി ചെയ്യുമ്പോൾ കുട്ടി ഇത്തിരി കഴിയുമ്പോൾ മടുത്തിട്ട് കരയും അമ്മയെന്ന് വിളിച്ചിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓടിപ്പോ എടുക്കുവോ? അമ്മമാരെടുക്കുവോ? ഇല്ല. എന്തെങ്കിലും ഒരു കളിപ്പാട്ട് ഇട്ട് കൊടുക്കും അല്ലെ? മേളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന കളിപ്പാട്ടൊക്കെ ഇട്ട് കൊടുക്കും. 5 മിനിറ്റ് കഴിയുമ്പോൾ അതില് അഭിരമിച്ച് അത് വേണ്ട എന്ന് തോന്നുന്ന കാലഘട്ടത്തിൽ വീണ്ടും കുട്ടി കരയും അമ്മയെന്ന് വിളിച്ചിട്ട്. അപ്പൊ പോയി അടുത്ത കളിപ്പാട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കും. അത് കിട്ടിക്കഴിയുമ്പോൾ ഒരു സന്തോഷമാണ് കുട്ടിക്ക്. 10 മിനിറ്റ് കഴിയുമ്പോൾ ആ സന്തോഷം പോവും. പിന്നീട് വീണ്ടും വിളിക്കും. അങ്ങനെ കളിപ്പാട്ടങ്ങളെല്ലാം അവസാനിച്ച് കഴിയുമ്പോഴാണ് ആദ്യം കുട്ടി വിളിച്ച അമ്മയെന്ന് വിളിച്ചത് അമ്മ ഓടിച്ചെന്ന് കുട്ടിയെ എടുത്ത് മാറോടണയ്ക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മളും ക്ഷേത്രത്തിലേക്കൊക്കെ വരുമ്പോ നിരവധി വസ്തുക്കൾ നമ്മളുടെ മുമ്പിലേക്ക് ഇട്ടു തരും. ഇതൊക്കെ കൊണ്ട് പോവാണെ പോട്ടെ, എന്നെ ചോദിക്കരുത്. അകത്തിരിക്കുന്ന അയ്യപ്പസ്വാമി വിചാരിക്കുന്നത് എന്നെ ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ ചോദിക്കരുത്. അതിനുവേണ്ടി പല സാധനവും നമ്മളുടെ മുമ്പിലേക്ക് ഇട്ടു തരും. കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തി വിദേശത്ത് വിടും. അവർ പോകുമ്പോൾ വലിയ സന്തോഷമായി, പണി കഴിഞ്ഞു, സകല ഉത്തരവാദിത്വം കഴിഞ്ഞു, അല്ലെ മക്കളുടെ കല്യാണം കഴിഞ്ഞു, സകല ഉത്തരവാദിത്വം കഴിഞ്ഞു, ഒരു സ്ഥലത്തിൽ ഒതുങ്ങിക്കൊടും. അപ്പോൾ വീണ്ടും ദുഃഖം വരും. എന്താ? പോയ കുട്ടി തിരിച്ചു വരുന്നില്ല, ഫോൺ മാത്രമേ ഉള്ളൂ, ഓടി അമ്പലത്തിൽ വരുന്നു അല്ലേ? പോയവൻ തിരിച്ചു വരണം. അപ്പൊ ആദ്യത്തെ ആവശ്യം കൊണ്ട് നമുക്ക് സുഖമല്ല ദുഃഖമാണ് ഉണ്ടായത്. അപ്പോ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വസ്തുക്കളെ നമ്മുടെ മുമ്പിലേക്ക് നിരത്തി വെച്ച് അതൊക്കെ വിട്ടിട്ട് ഭഗവാനാണ് അഭയം എന്ന ഒരു ചിന്തയിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, അനന്യാസ് ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. മറ്റ് ചിന്തയെല്ലാം വെടിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുന്നവനാ. മറ്റെല്ലാ ചിന്തയും വെടിഞ്ഞിട്ട് എൻ്റെ മുമ്പിലേക്ക് വരുന്നവൻ്റെ യോഗക്ഷേമങ്ങളെ ഞാൻ നിർവഹിക്കും. എന്താണ് യോഗക്ഷേമം? അലബ്ധസ്യ ലാഭോ യോഗ. കിട്ടാതിരിക്കുന്ന വസ്തുവിന്റെ കിട്ടലിനെയാണ് യോഗം എന്ന് പറയുന്നത്. ലബ്ധസ്യ പരിപാലനം ക്ഷേമം. കിട്ടിയതിനെ പരിപാലിക്കുക. അപ്പൊ ഈ കിട്ടാതിരിക്കുന്ന വസ്തുക്കളെ കിട്ടുകയും അതിനെ പരിപാലിക്കുക, നഷ്ടപ്പെടാതെ പരിപാലിക്കുകയും ചെയ്യുന്ന ധർമ്മം കുചേല ബ്രാഹ്മണന്റെ കഥയിൽ നമുക്കറിയാത്. കുചേലൻ ഒരുപാട് ആവശ്യങ്ങളുമായിട്ടാണ് പോയെന്ന് നമ്മൾ കേട്ടിരിക്കുന്നത്. അവിടെ ചെന്നപ്പൊക്കെ മറന്നുപോയി ഭഗവാനെ കണ്ടപ്പോ. പക്ഷേ ആവശ്യങ്ങൾ ചോദിച്ചതിന് ഉപരിയായിട്ട്, അല്ലെങ്കിൽ ചോദിക്കാൻ വിചാരിച്ചതിന് ഉപരിയായി ഭഗവാൻ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിലേക്ക് പ്രദാനം ചെയ്തു എന്ന് നമുക്ക് ആ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞതുപോലെ എല്ലാ ചിന്തകളെയും വെടിഞ്ഞുകൊണ്ട് ഭഗവാനിലേക്ക് സമർപ്പണം ചെയ്യുമ്പോൾ ഭഗവാന്റെ അവസ്ഥ അതാണ്. എല്ലാം ഉള്ള ഈശ്വരൻ ഭഗവാൻ അല്ലെ, ഭഗങ്ങൾ ഉള്ളവനെയാ ഭഗവാൻ എന്ന് പറയുന്നത്. ആ അവസ്ഥയെ നമുക്ക് പ്രദാനം ചെയ്യും. അപ്പോൾ ഇതിനെയൊക്കെ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിരന്തരം സാധന അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയി ആശ്രയിച്ചാൽ മതി, ഈ സാധനയുടെ ഫലങ്ങൾ മുഴുവൻ നമ്മളിലേക്ക് എത്തും. അതിനു വേണ്ടിയിട്ടുള്ള സങ്കേതമാണ്, അങ്ങനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടുള്ള സങ്കേതമാണ് ക്ഷേത്രം. അപ്പൊ ഇങ്ങനെ ഒരു ദേവത വിഗ്രഹം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഇതൊക്കെ തരുമോ എന്ന് ചോദിക്കുമ്പോൾ
ഒരു ക്ഷേത്രം ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളത് മുതൽ നമ്മൾ അന്വേഷിക്കേണ്ടി വരും. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ടും നമ്മുടെ വിഷയം അത് അല്ലാത്തത് കൊണ്ടും അതിലേക്കൊന്ന് ഓടിപ്പോകാം നമുക്ക്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കോട്ടമുറി അയ്യപ്പ ക്ഷേത്ര പരിസരവാസികളായിട്ടുള്ള നിങ്ങൾക്ക് ഇത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ളതാവും. ഒരു ക്ഷേത്രം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ആദ്യം പറയുന്നത് ഒരു ഭൂമി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഭൂപരിഗ്രഹം എന്ന് പറയും. അപ്പൊ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ പ്രതിഷ്ഠിക്കേണ്ട ദേവത ഏതാണെന്ന് നിർണയിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിനാദ്യം ഭൂപരീക്ഷ എന്ന് പറയും. എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു ഭൂമി തിരഞ്ഞെടുത്തിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആദ്യം കൃഷിഭവനിൽ ചെന്ന് അവിടുത്തെ ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ആ ഭൂമിയുടെ ഗുണങ്ങൾ പരിശോധിപ്പിക്കും. ഏത് തരത്തിലുള്ള വിളയാണ് ആ ഭൂമിയിൽ യോജിക്കുക, അല്ലെങ്കിൽ ആ ഭൂമിയിൽ ഏതു തരത്തിലുള്ള വളമാണ് ഏറി നിൽക്കുന്നത്, ഏതാണ് കുറവുള്ളതെന്നൊക്കെ പരിശോധിപ്പിച്ചതിന് ശേഷം അതിനെ പരിഹരിച്ചിട്ടാണ് ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നവർ ചെയ്യാറുള്ളത്. എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ ഏത് തരത്തിലുള്ള ദേവതയാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്ന പരീക്ഷണം ആദ്യം ചെയ്യും. ഭൂപരീക്ഷ എന്ന് പറയും. അതിന് ഏതാനും ചില ക്രിയകളുണ്ട്. അതിൽ ഏത് സ്വഭാവത്തിലുള്ള സാത്വിക, രാജസ, താമസങ്ങൾ 3 സ്വഭാവമാണുള്ളത്. സാത്വിക ഗുണമുള്ള ദേവതയാണോ പ്രതിഷ്ഠിക്കേണ്ടത്? ചില ദേവതകൾക്ക് രജോ ഗുണ പ്രധാനമായിരിക്കും, ആ ദേവതയാണോ പ്രതിഷ്ഠിക്കേണ്ടത്? ഇനി ചില ദേവതകൾ താമസ ഗുണപ്രധാനങ്ങളായിരിക്കും, താമസ ആരാധനയാണോ അല്ലെങ്കിൽ താമസ ഗുണത്തിലുള്ള ദേവതയാണോ അവിടെ പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഭൂപരീക്ഷ ചെയ്യും. അങ്ങനെ പരീക്ഷിച്ചറിഞ്ഞ് ഏത് സ്വഭാവത്തിലുള്ള ദേവതയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഭൂപരിഗ്രഹം, ഇതിനെ തന്ത്രി യജമാനിൽ നിന്ന് പരിഗ്രഹിക്കും. അവിടെ കുറച്ച് ക്രിയകളൊക്കെ ഉണ്ട്. തന്ത്രി വന്നിട്ട് ആ ഭൂമി കയറിയിട്ട് ഒരു ചമതയുടെ തലപ്പ് കൊണ്ടൊക്കെ അവിടെ അടിക്കുക, കുറച്ച് കടുക് വിതറുക, പഞ്ചഗവ്യം തളിക്കുക, ചാണകജലം തളിക്കുക, അങ്ങനെയുള്ള കുറെ ഭൂശുദ്ധി എന്ന് പറയും. ഇതൊക്കെ ചെയ്യുമ്പോൾ ആധുനികരായിട്ടുള്ള നമ്മൾ അവിടെ മാറിയിന്ന് കളിയാക്കും, അല്ലേ? നീളമുള്ളൊരു മുണ്ട് മേടിച്ചു കൊടുത്ത് അത് അവരെങ്ങനെയോ ചുളുക്കി പറിച്ചു കൊടുത്ത് എന്നിട്ട് ഈ കൈ കാണുന്ന അർത്ഥപൂർണമല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ പോയി കാശ് മേടിച്ചിട്ട് പോയി എന്ന് പറയും. എന്നാൽ അവിടെ എന്താ നടന്നത്? ആദ്യം നടന്ന് അവിടെയുള്ള വൃക്ഷങ്ങളോടുള്ള പ്രാർത്ഥനയാണ്. ആ വൃക്ഷങ്ങളൊക്കെ വെട്ടിമാറ്റണം. അതിൽ അധിവസിച്ചിരിക്കുന്ന ജീവജാലങ്ങളോട്, ചെറിയ അണുക്കൾ മുതലുള്ള വലിയ പക്ഷികൾ വരെയുള്ള ജീവജാലങ്ങളോടൊരു പ്രാർത്ഥനയാണ്. ഇത് ഇന്ന ദേവതയുടെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഭൂമി സ്വീകരിക്കുകയാണ്. ഇവിടെ വാസമുറപ്പിച്ചിട്ടുള്ള സകല ജീവജാലങ്ങളും ഈ ഭൂമി ഭഗവാന് വേണ്ടി വിട്ടുകൊടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ആവസിക്കണം എന്ന ഒരു പ്രാർത്ഥന ചെയ്തുകൊണ്ടാണ് ഈ ക്രിയ ആരംഭിക്കുന്നത്. ഇതിൽ പരം പ്രകൃതി സ്നേഹം മറ്റെന്ത് ക്രിയയിലാണ് ഉള്ളത്? അതിനുശേഷം വൃക്ഷങ്ങളൊക്കെ മാറ്റി ഭൂമി ശുദ്ധീകരിച്ച് ആ ഭൂമിയിൽ ആദ്യം ചെയ്യുന്നത് ഒരു ശിലാസ്ഥാപനാണ്. അത് മഹാക്ഷേത്രങ്ങളാണെങ്കിൽ ഷഡാധാര പ്രതിഷ്ഠ എന്ന് പറയും. ആധാര പ്രസ്ഥര കുംഭോ സപത്മ കമടത്രയം നാളോ നപുംസകശില പീഠം ചാധാരമേവ ഷഡ് എന്ന് പറയും. ആധാരം, പ്രസ്ഥരം, കുംഭം, സപത്മകമടത്രയം, നാളം, നപുംസകശില, പീഠം. ഇതാണ് ഷഡാധാരങ്ങൾ. അതിൽ ആദ്യത്തേത് ആധാരശില. ആ ശില സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ ധാന്യം വിരിച്ച ഒരു പീഠം വിരിച്ച് അതിലേക്ക് ഒരു കുംഭം വെച്ച്, നിധികുംഭം എന്നാണ് പറയുന്നത്, ഒരു കുടം വെച്ച് അതിൻ്റെ മുകളിൽ ഒരു പത്മം വെച്ച്, അത് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ശില കൊണ്ടും നിർമ്മിച്ച പത്മങ്ങൾ വയ്ക്കാറുണ്ട്. പത്മവും കൂർമ്മവും 3 വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചത് വയ്ക്കാറുണ്ട്. അതിൻ്റെ മുകളിലായി കൂർമ്മം, ആമ, അതിൻ്റെ മുകളിലായി നാളം, ഒരു ചെമ്പ് കൊണ്ടുണ്ടാക്കിയ കുഴല് വയ്ക്കും. അതിൻ്റെ മുകളിൽ നപുംസകശില, നവരത്നങ്ങളെ പതിച്ചിട്ടുള്ള നപുംസകശില വയ്ക്കും. അതിൻ്റെ മുകളിലായി കാണുന്നതാണ് പീഠം. നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നത് ഈ ദേവതയെ കുടിവെച്ചിരിക്കുന്ന പീഠം മാത്രമേ ഉള്ളൂ. ആ പീഠത്തിന്റെ ചുവട്ടിലേക്ക് മറ്റ് 5 ആധാരങ്ങൾ കൂടിയുണ്ട്.
6 ആധാരങ്ങൾ കൂടിയുണ്ട്. ആ 6 ആധാരങ്ങളെ ആണ് ആദ്യം സ്ഥാപിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് ദേവതയുടെ സൂക്ഷ്മ ശരീരം. നമുക്ക് എത്ര ശരീരമുണ്ട്? എത്രണ്ണുണ്ട്? 3. ഏതൊക്കെയാ? സ്ഥൂലം, സൂക്ഷ്മം, കാരണം. അതിൽ ആദ്യത്തെ ശരീരം, സൂക്ഷ്മ ശരീരം, നമ്മളിവിടെ നിർമ്മിച്ചു കഴിഞ്ഞു ഷഡാധാര പ്രതിഷ്ഠയിലൂടെ. ഇതൊരു മനുഷ്യനുണ്ട് അല്ലേ? ഒരു ദമ്പതികൾ വിവാഹിതരായി കഴിഞ്ഞാൽ, വധൂവരന്മാർ വിവാഹിതരായി കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് വേണ്ടി അവർ തയ്യാറെടുക്കുന്ന ഒരു കാലം. അപ്പൊ അവർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും, ഒരു ആൺകുട്ടി ഉണ്ടാവണം. അവിടെ തന്നെ അവരുടെ മനസ്സിൽ ഈ സൂക്ഷ്മ ശരീരം സൃഷ്ടിച്ചു തുടങ്ങുക. എന്ന് പറഞ്ഞതുപോലെ ഒരു ഭൂമി പരിഗ്രഹിച്ച് അവിടെ തന്ത്രി ഷഡാധാര പ്രതിഷ്ഠ എന്ന ആ താന്ത്രിക ക്രിയയിലൂടെ സൂക്ഷ്മ ശരീരം പ്രതിഷ്ഠിച്ചു തുടങ്ങി. അതിന് മുമ്പിൽ ദേവതയെ പത്മമിട്ട് പൂജിക്കും. തെക്കേ ദ്വാരത്തിലുള്ള ഗണപതി ദക്ഷിണാമൂർത്തികളെ അവിടെ പൂജിക്കുന്നു. അന്ന് തുടങ്ങി ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ഭഗവാന്റെ സ്ഥൂല ശരീരമാണ് ക്ഷേത്രം. ആ സ്ഥൂല ശരീരത്തിന്റെ നിർമ്മാണം തുടങ്ങി. എവിടം മുതൽ എവിടം വരെയായി സ്ഥൂല ശരീരം നീണ്ടു നിൽക്കുന്നത്? ഗർഭഗൃഹം ശിരപ്രോക്തം അന്തരാളം മുഖം തഥാ സുഖാസനം ഗളം ചെയ്വ ബാഹുശ്ചൈവാർത്ഥമണ്ഡപം മഹാമണ്ഡപം കുഷിസ്യാൽ പ്രാകാരം ജാനുജംഘയോഹോ ഗോപുരം ദേവപാദം സ്യാദ് യദ്യേതേ ലക്ഷണം ശുഭം. നമ്മുടെ തൃക്കുടിത്താനം ക്ഷേത്രത്തിൽ എത്തിയാൽ കാണാം, ഏറ്റവും പുറമേ കാണുന്നത് ഗോപുരം. അതെന്താ? ദേവപാദം സ്യാൽ. ഗോപുരം എന്ന് പറയുന്നത് ദേവന്റെ പാദമാണ്. അതിനെ കണക്ട് ചെയ്ത് പുറകിലേക്ക് പോയിരിക്കുന്ന വലിയ മതിൽ പ്രാകാരം വന്ന് അവസാനിക്കുന്ന ഭാഗമാണ്. പഞ്ചപ്രാകാരങ്ങളിലെ ഏറ്റവും അവസാനത്തെ പ്രാകാരമായിട്ടുള്ള മര്യാദ, മഹാമര്യാദ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ സീമയാണ് കാലുകൾ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾപ്രദേശം എന്ന് പറയുന്നത് കാലുകളും തുടഭാഗമൊക്കെ വരും. അത് കഴിഞ്ഞാൽ മഹാമണ്ഡപം കുഷിസ്യാൽ. നമ്മൾ വലിയമ്പലത്തിലേക്ക് അകത്ത് കയറി ചെല്ലുമ്പോൾ വലിയമ്പലത്തിന്റെ ഇടതും വലതുമായി കാണുന്ന അഗ്രസഭ എന്ന് പറയുന്ന ഭാഗം ഭഗവാന്റെ കുക്ഷിയാണ്, വയറാണ്. അവിടം തുടങ്ങി മണ്ഡപം ഹൃദയമായിട്ടും ഈ പറയുന്ന അഗ്രസഭയുടെ വലതും ഇടതും ഭാഗം ദേവന്റെ കൈകളായും സുഖാസനം ഗളം ചെയ്ത ശ്രീകോവിലിന്റെ മുട്ടുമുമ്പിലേക്ക് നീണ്ടു നിൽക്കുന്ന മണ്ഡപം കഴുത്തായും അകത്തെ ബലിവട്ട മുഖമായും ഗർഭഗൃഹം ഭഗവാനെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും ഉള്ളിലെ തളം ഭഗവാന്റെ ശിരസായും കൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് സ്ഥൂല ശരീരം. അതിന് താഴോട്ടുള്ള ബിംബം തുടങ്ങി താഴോട്ടുള്ളത്, ബിംബം സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ്. അവിടം തുടങ്ങി താഴോട്ടുള്ള ആധാരശില വരെയുള്ള ഭാഗത്തെ ദേവന്റെ സൂക്ഷ്മ ശരീരമായിട്ടാണ്. അപ്പൊ ശ്രീകോവിലിന്റെ തുടങ്ങിയിട്ടുള്ള ഗോപുരം വരെയുള്ള നിർമ്മാണമാണ് ഭഗവാന്റെ സ്ഥൂല ശരീര നിർമ്മാണം. ഈ നിർമ്മാണത്തിന്റെ അടുത്ത ഒരു സുപ്രധാനമായിട്ടുള്ള ഘട്ടം എന്ന് പറയുന്നത് ഇഷ്ടകാന്യാസം, ഗർഭന്യാസം. ഇങ്ങനെ 2 ക്രിയയുണ്ട്. ഇഷ്ടകാന്യാസം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം നിർമ്മിക്കുക എന്നുള്ളതാണ്. ഗർഭപാത്രം നിർമ്മിക്കുക. അത് സ്ഥപതി വന്നിട്ട് ഇഷ്ടികയൊക്കെ വെച്ചിട്ട്, ചുടുകട്ടയൊക്കെ വെച്ചിട്ട് അത് നിർമ്മിച്ച് രാത്രിയിൽ മുഹൂർത്തത്തിൽ അതിലേക്ക് തന്ത്രി പൂജയോടുകൂടി ഭഗവാന്റെ സ്വഭാവം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വഭാവത്തെ സ്വാംശീകരിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് അല്ലേ? നമുക്കറിയാം, ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു ഏകദേശം ഒരു സ്വഭാവമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്വഭാവത്തിന്റെ എന്തെങ്കിലും 2ഓ 3ഓ കാര്യത്തിലൊക്കെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും അവർക്ക്. അത് ആ ഗൃഹത്തിലെ ഗൃഹാന്തരീക്ഷവും ഭക്ഷണവും അവിടെ ഇടപെടുന്നതുമൊക്കെ ആശ്രയിച്ചിരിക്കും. എന്ന് പറയുന്നത് പോലെ ഈ ഭഗവാന്റെ സാത്വിക ഗുണസ്വരൂപിയായിട്ടുള്ള അയ്യപ്പസ്വാമിക്ക് ആ അയ്യപ്പസ്വാമിയുടെ നിഗ്രഹാനുഗ്രഹ ശക്തികളെ പ്രദാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉതകുന്ന നിരവധി ദ്രവ്യങ്ങളെ ഒരു ചെമ്പ് പാത്രത്തിലാക്കി പ്രതിഷ്ഠിക്കുകയാണ്. അതിനകത്ത് രത്നങ്ങൾ ഉണ്ടാകാം, ലോഹങ്ങൾ ഉണ്ടാകാം, ധാതുക്കൾ ഉണ്ടാകാം, വിത്തുകൾ ഉണ്ടാകാം, അത് മുളയ്ക്കുന്നതിനാവശ്യമായ മണ്ണുകൾ ഉണ്ടാകാം,
ജലമുണ്ടാകാം. അങ്ങനെ നിരവധി വസ്തുക്കളെ മന്ത്രപുരസരം പാത്രത്തിലാക്കി പ്രതിഷ്ഠിക്കുന്ന പ്രക്രിയയാണ് ഗർഭന്യാസം. അത് ആ ഗർഭപാത്രം ഉണ്ടാക്കി അതിലേക്ക് സ്ഥാപിക്കുക. ഇഷ്ടക സ്ഥാപിച്ച് ഗർഭപാത്രത്തിൽ ഈ വസ്തുക്കളെ വെച്ച് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ മുതൽ ഈ പ്രാസാദ പുരുഷൻ, ശ്രീകോവിലാകുന്ന പുരുഷൻ വളർന്നു തുടങ്ങും. അതിൻ്റെ അവസാന ഘട്ടമാണ് ദേവപ്രതിഷ്ഠ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. അപ്പൊ പ്രതിഷ്ഠ ചെയ്യണമെങ്കിൽ വിഗ്രഹം ഉണ്ടാക്കണം അല്ലേ? വിഗ്രഹം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ശില, ഇപ്പൊക്കെ നമ്മൾ ശില്പിയെ കണ്ടിട്ട് ഒരു ഇന്ന അളവ് കൊടുത്തിട്ടൊരു വിഗ്രഹം ഉണ്ടാക്കി തരിക എന്നുള്ള, പക്ഷെ ഇതിന്റെ യഥാർത്ഥ പ്രോസസ്സ് എന്താന്ന് വെച്ചാൽ വനത്തിലോ അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങളിലോ പോയി ശില പരിഗ്രഹിക്കുക, ആ ശിലയുടെ സ്വഭാവം നിർണയിക്കുക. ശില പുരുഷനാണോ സ്ത്രീയാണോ അതോ രണ്ടും ചേർന്ന നപുംസകമാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ ബിംബത്തിനും അനുയോജ്യമായ ശില കണ്ടെടുത്തിയിട്ട് ആ ബിംബം ഏത് സ്വഭാവത്തോടു കൂടി ഉണ്ടാവണം, അല്ലെങ്കിൽ ഏതൊക്കെ രൂപങ്ങൾ. നമുക്കറിയാം നിരവധി ആയുധങ്ങൾ പിടിച്ചിട്ടുള്ള ദേവന്മാരെ അറിയാം അല്ലേ? ശബരിമല ശാസ്താവ് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലല്ല മറ്റ് ശാസ്താക്കന്മാരിരിക്കുന്നത് അല്ലേ? നമ്മുടെ ഇവിടെ അടുത്ത് തൃക്കൊടിത്താനത്തിനടുത്തുള്ള മറ്റൊരു ക്ഷേത്രത്തിൽ ശാസ്താവ് ഇരിക്കുന്നത് പുറകോട്ട് കൈ കുത്തിയിട്ടാ, ക്ഷീണിച്ചിരിക്കുന്നത് പോലെയാണ്. അങ്ങനെ നിരവധി ഭാവങ്ങളിൽ ഒരേ ദേവത ഇരിക്കുന്നത് നമുക്കറിയാം. ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരോ സ്വഭാവങ്ങൾ പ്രദാനം ചെയ്യും. ഏതോരോ തരത്തിലുള്ള ഭാവനയ്ക്കനുസരിച്ച് 150-ൽ പരം ഗണപതി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ ദേവതാ സങ്കല്പങ്ങളും വിവിധങ്ങളായിട്ടുള്ള ഭാവങ്ങളെ ഉൾക്കൊള്ളുന്നത്. അപ്പൊ ഈ ഭാവം ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ശില പരിഗ്രഹിച്ചു കഴിഞ്ഞാൽ തന്ത്രി അവിടെ രാത്രിയിൽ സ്വപ്നമാണവ മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് കിടന്നുറങ്ങണമെന്ന, ഗർഭശയ്യയിൽ കിടന്നുറങ്ങണമെന്ന. ഇപ്പൊ രാത്രിയിൽ തന്ത്രിയുടെ സ്വപ്നത്തിൽ ഈ ദേവതാരൂപം വരും. ആ ദേവതാരൂപം ഒരു ശ്ലോകമാക്കി ധ്യാനം എന്ന് പറയും അല്ലേ? നമ്മളൊക്കെ ധ്യാനം ചൊല്ലാറുണ്ട്. അതെന്താ? ആ ദേവതയുടെ സ്വരൂപമാണ്. ആ ദേവത ഏതൊക്കെ തരത്തിൽ കൈകൾ പിടിച്ചിരിക്കുന്നു, അതിൽ എന്തൊക്കെ ആയുധമുണ്ട്, എങ്ങനെയാണ് നിൽക്കുന്നത്, അല്ലെ ഇരിക്കുകയാണോ, വലത്തേക്കാല് മടക്കിയിട്ടാണോ ഇരിക്കുന്നത്, ഇടത്തേക്കാല് മടക്കിയിട്ടാണോ ഇരിക്കുന്നത് അല്ലേ? വിവിധങ്ങളായിട്ടുള്ള ആഭരണങ്ങളുണ്ട്. ചില ദേവതകൾക്കാണെങ്കിൽ കയ്യും കാലും ഒക്കെ വെട്ടിയിട്ട ആഭരണങ്ങളാ അല്ലെങ്കിൽ വസ്ത്രങ്ങളാ ഉടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് എന്നുള്ളത് ആ ധ്യാനത്തിലൂടെ സ്ഥപതിക്ക് അല്ലെങ്കിൽ ശില്പിക്ക് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് വിഗ്രഹം നിർമ്മിപ്പിച്ചതിന് ശേഷമാണ് ക്ഷേത്രപ്രതിഷ്ഠ എന്ന വലിയ ഒരു പ്രക്രിയ, സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയ. ആ പ്രക്രിയകൾ ഉടനീളം ആദ്യം വിഗ്രഹം പരിഗ്രഹിക്കുന്നു, പിന്നെ അതിൽ ജലത്തിൽ അധിവസിപ്പിക്കുന്നു, പിന്നെ ഇത് അഴുതെടുത്ത് ശുദ്ധി കഴിഞ്ഞ് ആ വിഗ്രഹത്തിന്റെ കണ്ണു തുറപ്പിക്കുന്നു. 2 പ്രാവശ്യം 2 പേര് കണ്ണു തുറപ്പിക്കും. ഒന്ന് ശില്പി ആദ്യം തുറപ്പിക്കും, രണ്ടാമത് തന്ത്രി തുറപ്പിക്കും. ഒന്ന് സ്ഥൂലവും ഒന്ന് സൂക്ഷ്മവുമായ കണ്ണുകളെയാണ് തുറപ്പിക്കുന്നത്. അതിനുശേഷം വിസ്തരിച്ച് പൂജിച്ച വിവിധ കലശങ്ങളുടെ പരിവാരങ്ങളോടുകൂടി പൂജിച്ച ഒരു ശയ്യയിലേക്ക് ആ ദേവതാ വിഗ്രഹത്തെ അധിവസിപ്പിച്ച് അതിനെ ധ്യാനാദിവാസം എന്ന മഹാപ്രക്രിയയിലൂടെ കടത്തിവിട്ട് ആ ചൈതന്യത്തെ സൂക്ഷ്മീകരിച്ച് പിറ്റേ ദിവസം നിർമ്മിച്ച് ശുദ്ധീകരിച്ച് മന്ത്രപൂരിതമാക്കിയിട്ടുള്ള ശ്രീകോവിലേക്ക് പ്രതിഷ്ഠിക്കുമ്പോഴാണ് പ്രതിഷ്ഠ എന്ന മഹാപ്രക്രിയ ഒരു ഘട്ടത്തിൽ അവസാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 4 ദിവസം നടയടച്ചിരിക്കും. ആ സമയത്ത് ദേവന്മാർ വന്ന് ആരാധിക്കും. അതിനുശേഷം 4-ാം ദിവസം കടന്ന് സവിസ്തരമായിട്ടുള്ള ദ്രവ്യകലശത്തോടുകൂടി പൂജ കഴിക്കുമ്പോഴാണ് പ്രതിഷ്ഠാ ക്രിയ 2-ാം ഘട്ടം അവസാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ അധ പ്രതിഷ്ഠാസ്ഥപനാദ്യനന്തരം സമാചരൽ സർവസു പർവസോത്സവം തഥോനു സംവത്സര മുക്തവാസര വ്യവസ്ഥയാചാകില സമ്പ്രദാപ്തയെ എന്ന നിയമം അനുസരിച്ച് ഉത്സവം ആചരിക്കും പ്രതിഷ്ഠ കഴിഞ്ഞാൽ. പിന്നെ അനുസംവത്സരം, ഓരോ സംവത്സരത്തിലും മാർഗാതിരാധാവധികേഷു മകരം തുടങ്ങിയിട്ടുള്ള 6 മാസങ്ങളിലോ അല്ല മറ്റേതെങ്കിലും ഒരു കാലഘട്ടത്തിലോ ഭഗവാന്റെ തിരുവുത്സവം ആചരിക്കും. ഇങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിലെ താന്ത്രിക ക്രിയകൾ പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജീവനുള്ള ഒരു ശരീരമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ ആദ്യം പറഞ്ഞു മന്ത്രം ജപിക്കുന്ന ഒരു സാധകനാണ് ക്ഷേത്രം. സാധകൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരാളാവണ്ടേ? ആ ജീവനുള്ള വ്യക്തിയാണ്. അതിന് എന്തൊക്കെ ചെയ്തു? ആ ജീവനെ ജനിപ്പിക്കുന്നതിന് അനുഗുണമായിട്ടുള്ള ഭൂമി തിരഞ്ഞെടുത്തു. അവിടെ ജീവന്റെ വിത്തുകൾ പാകി സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും മന്ത്ര ജപത്തോടുകൂടി കാരണ ശരീരവും അവിടെ സ്ഥാപിച്ചു.
ഇനി നിത്യപൂജ എന്ന ജപസംസ്കാരം. നിത്യപൂജ എന്ന് പറയുമ്പോൾ എല്ലാ ക്ഷേത്രത്തിലും ഒന്നും നിത്യം പൂജ ഉണ്ടാവത്തില്ല. അവിടുത്തെ അവസ്ഥയ്ക്കനുസരിച്ച് എത്ര പൂജയാണോ നിശ്ചയിക്കുന്നത് അതാണ് നിത്യപൂജ. വർഷത്തിൽ ഒരു പൂജയാണ് നിശ്ചയിക്കുന്നതെങ്കിൽ അതാണ് അവിടുത്തെ നിത്യപൂജ. അതാണ് ആ ദേവന്റെ സാധനാക്രമം. അത് നിശ്ചയിക്കുന്ന ആളാണ് തന്ത്രി. തന്ത്രിയുടെ പ്രാധാന്യത ഈ ദേവന്റെ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സാധന നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യം ഏതൊക്കെ സമയത്ത് നിഷ്ഠയോടുകൂടി ചെയ്യണം എന്നുള്ളത് നിശ്ചയിക്കുന്ന ആളാണ് തന്ത്രി. അപ്പോൾ ഈ സാധന അത് നിഷ്ഠാപൂർവമാണ്. രാവിലെ 5 മണിക്കെന്ന് പറഞ്ഞാൽ 5 മണിക്ക് തന്നെ തുറക്കണം. അല്ല, മേശാന്തിക്ക് എവിടെയെങ്കിലും പോകണം 7-ന് തുറന്നാൽ മതിയോ? നമ്മൾ സമ്മതിക്കാറില്ല അല്ലേ? 5-ന് തന്നെ തുറക്കണം എന്ന് പറയും. എന്താ അത് കാരണം? അത് ആ സാധനയുടെ സമയമാണ്. രാവിലെ നട തുറക്കുന്നു, അഭിഷേകം നടത്തുന്നു, ഒരു മലർനിവേദ്യം ഉടനെ നടത്തുന്നു, അത് കഴിഞ്ഞാൽ ഉഷപൂജ നടക്കുന്നു. പിന്നെ വലിയ മഹാക്ഷേത്രങ്ങളിലാണ് തൊട്ടടുത്ത സമയം എതിർത്ത പൂജ, അടുത്ത സമയത്ത് പന്തീരടി പൂജ, ഉച്ചയാവുമ്പോൾ ഒരു 12 മണിക്ക് മുമ്പായിട്ട് ഉച്ചപൂജ, വൈകുന്നേരം നട തുറക്കുന്നു, ഒരു ദീപാരാധന കഴിക്കുന്നു, അത്താഴപൂജ കഴിക്കുന്നു. ഇതാണ് സാമാന്യം മഹാക്ഷേത്രങ്ങളിലെ ഒരു രീതി. അതിനിടയ്ക്ക് ശീവേലികൾ വരും. ദേവന്റെ ഭൂതഗണങ്ങൾക്ക് ശീവേലി നിർവഹിക്കുന്നു. കലശാഭിഷേകം ഉണ്ടാവും നിത്യം. മഹാക്ഷേത്രങ്ങളിൽ മാത്രമാണ്. ഇത്രയും സാധന, ഇത്രയും അനുഷ്ഠാനങ്ങൾ, ഈ പൂജ വളരെ നിഷ്ഠയോടുകൂടി കൃത്യമായി സമയത്ത് കൃത്യമായ അളവിലുള്ള നിവേദ്യങ്ങളോടുകൂടി കൃത്യമായ രീതികൾ ഇന്ന പുഷ്പങ്ങളെ കൊണ്ട് അർച്ചിക്കണം എന്നുണ്ട്. ഇന്ന പുഷ്പങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ ഇടയിലെല്ലാം ചർച്ചയായിരിക്കും അരളിപ്പൂ അല്ലേ? വിഷാണെന്നും വിഷ അല്ലെന്നും ചിലർ ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട് ചത്തുപോയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാലും അതിലൊക്കെ ഉപരിയായിട്ട് ശാസ്ത്രം പറയുന്നു അന്യപുഷ്പം ദിനേ ദിനേ. എന്താ പറയുന്നേ? തുളസി വത്സരം ചെയ്വ വില്വപത്രം തദർത്ഥകം ചെത്തി ചെന്താമര സപ്താഹം അന്യപുഷ്പം ദിനേ ദിനേ. ഞാൻ അരളിക്ക് വിഷമുണ്ടോ ഇല്ലയോ എന്നൊന്നും നിർണ്ണയിക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് വിഷമുണ്ടെന്ന് തെളിയിക്കാനും ഒന്നും കയ്യിലില്ല, ഇല്ലെന്ന് തെളിയിക്കാനും കഴിയില്ല. എന്തായാലും ഒരു ചെറിയ വിഷാംശം ഉണ്ടെന്നാണ് പൊതുക്കെ പണ്ടേ പറയുന്നത്. ഈ അരളിപ്പൂ നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അല്ലേ? അത് എവിടുന്നാ വരുന്നത്? പുറം നാട്ടിൽ നിന്നാണ് വരുന്നത്. അന്ന് രാവിലെ 6 മണിക്ക് പറിച്ച് 8:30 മണിയായപ്പോൾ നമ്മുടെ അമ്പലത്തിൽ എത്തിച്ചായിരിക്കും. ആണോ? അല്ല, എപ്പോഴോ പറിച്ച് മുട്ടോടുകൂടി പറിച്ച് അത് കവറിനകത്തിരുന്ന് വിരിഞ്ഞ് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലേക്ക് എത്തിയ നമ്മളത് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ ആവശ്യാനുസരണം എടുത്തോളാം മേശാന്തിക്ക് നിർദ്ദേശം കൊടുത്തു. അന്യപുഷ്പം ദിനേ ദിനേ. ഏതാ അന്യപുഷ്പം? തുളസി, കൂവളത്തില, ചെത്തി, താമര. ഈ 4 എണ്ണം കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ അതാത് ദിവസമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്താ കാരണം? നമുക്കറിയാം ചെമ്പരത്തിയും മന്ദാരത്തിന്റെ പൂവും നന്ദ്യാർവട്ടത്തിന്റെ പൂവൊക്കെ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ വിളിച്ചെഴുന്നേൽപ്പിക്കണം അല്ലേ? ഉറങ്ങിക്കിടക്കുമായിരിക്കും. അതുകൊണ്ട് അതൊക്കെ വാടിപ്പോവും. വാടിയ പൂ കൊണ്ട് അർച്ചിച്ചുകൂടാ. നിഷിദ്ധ പുഷ്പങ്ങൾ എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെയുണ്ട്. വാടിയ പൂക്കള്, പതിത പുഷ്പങ്ങൾ, നിലത്ത് വീണ പുഷ്പങ്ങള്, പുഴുക്കടിയേറ്റത്, ഘ്രാണിച്ചത്, നമ്മൾ ശ്വസിച്ച പുഷ്പങ്ങള്, പിന്നെ തേൻ നഷ്ടപ്പെട്ടു പോയ പൂക്കള്, കഴുകിയ പൂക്കള്, ഇതൊന്നും ഉപയോഗിച്ചുകൂടാന്നാ. അപ്പോ ഇത്ര നിഷ്ഠയോടുകൂടി ഇന്ന പൂ കൊണ്ട് ഇന്ന രീതിയിലുള്ള ഇന്ന പൂ കൊണ്ട് അർച്ചന ചെയ്യണം, ഇന്ന വസ്തുക്കൾ കൊണ്ടായിരിക്കണം ദീപം തെളിയിക്കേണ്ടത്. ഇന്ന് നമ്മൾ ദീപം തെളിയിക്കുന്നതൊക്കെ ആർക്കും വേണ്ടാത്ത എണ്ണയാ. ശുദ്ധമായ വസ്തുക്കളെ കൊണ്ട് വേണം ആരാധന. ഇതൊക്കെ നിഷ്ഠയോടുകൂടി. ഇത് കുറഞ്ഞാൽ എന്ത് പറ്റും? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്ര ഭാരവാഹി തന്നെ ചോദിച്ചു, ഇതില്ലായിരുന്നെ നിങ്ങൾ എന്ത് ചെയ്തേനെ? അപ്പൊ നമ്മുടെ മറുപടി എന്താന്ന് വെച്ചാൽ, അതില്ലെങ്കിൽ പകരം സാധനം ഉപയോഗിക്കും. പക്ഷെ പകരം സാധനം ഉപയോഗിച്ചതിന് അനുഗ്രഹം കിട്ടും. പകരം സാധനം ഉപയോഗിക്കും നമുക്കറിയാമല്ലോ. ഇപ്പൊ ഒരു മെഡിസിൻ നമ്മൾ ചെന്നു, അതില്ല, നിവർത്തികളുണ്ട്, ഡോക്ടറെ വിളിക്കും, പറയും നാം മറ്റൊരെണ്ണം മേടിച്ചോളാൻ. അത് കഴിച്ചതിന്റെ ഇരട്ടി കഴിച്ചാലും ചിലപ്പോൾ ഒരുപക്ഷെ ഫലം ഉണ്ടായിരുന്നു വരില്ല. അപ്പൊ പകരം സാധനം ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ പറ്റും. അപ്പൊ ഭഗവാന് സമർപ്പിക്കുന്നത് എന്താണോ അവിടെ പറയപ്പെട്ടിട്ടുള്ളത് അത് കൃത്യമായി ചെയ്യുക. എന്തിനാ അത്? കാരണം ഇതൊരു സാധനയാണ്. വെളുപ്പിനെ തുടങ്ങും, വൈകുന്നേരവും നീണ്ടു നിൽക്കുന്ന ഓരോ പൂജയും ഓരോ പ്രാവശ്യം ചൈതന്യമുണർന്ന് സഹസ്രാരത്തിലെത്തി സമാധി അവസ്ഥയിലേക്ക് എത്തി മടങ്ങി വരുന്ന പ്രക്രിയ. അതാണ് പൂജയുടെ പ്രാധാന്യം. ഓരോ പ്രാവശ്യവും ഭഗവാൻ
ആ ഏതവസ്ഥയിലേക്കാണോ ഒരുവൻ എത്തേണ്ടത് പൂജ കൊണ്ട് അല്ലെ മന്ത്രജപം കൊണ്ട് എന്ന് ഉള്ള അവസ്ഥയിലേക്ക് ഓരോ പ്രാവശ്യവും എത്തുന്നു, ഓരോ പൂജ. അതാണ് പൂജ കഴിയുന്ന സമയത്ത് തൊഴുന്നതിൻ്റെ പ്രാധാന്യം. അപ്പൊ ഇതുപോലെ മന്ത്ര സാധന അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ നിഷ്ഠാപൂർവം. ഒരു ദിവസം പോലും അവധിയില്ല. ബാക്കി എല്ലാ ജോലിക്കും അവധിയുണ്ട്. പൂജ, ക്ഷേത്രത്തിന് അവധിയുണ്ടോ? കോവിഡ് വന്നപ്പോൾ നിവർത്തികേട് കൊണ്ട് ചില ക്ഷേത്രങ്ങൾ അടച്ചു എങ്കിലും അത് കഴിഞ്ഞാൽ തുറക്കുമ്പോൾ എന്താ പ്രായശ്ചിത്തം? എത്ര പൂജ മുടങ്ങിയോ അത്ര പൂജ ചെയ്യുക. ഇനി കാലങ്ങളോളം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്ര എണ്ണി പൂജിക്കാൻ പറ്റത്തില്ലെങ്കിൽ രാവിലെ മുതൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് വൈകുന്നേരം വരെ പൂജിക്കുക. അതാണ് പ്രായശ്ചിത്തം. അപ്പൊ അത്ര നിഷ്ഠയോടുകൂടി, അല്ലെ പോയത് പോട്ടെ 6 മാസം അടഞ്ഞു കിടന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, നാളെ മുതൽ തുറന്നേക്കാം എന്നല്ല. അതിന് പ്രായശ്ചിത്തമുണ്ട്. നവീകരണ പ്രായശ്ചിത്തം കൂടുതൽ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നവീകരണ പ്രായശ്ചിത്തം എന്നുള്ളൊരു ഹോമമൊക്കെ ചെയ്തിട്ടുള്ള ക്രിയകളുണ്ട്. അപ്പോൾ ആ ക്രിയയോടുകൂടി നിഷ്ഠയോടുകൂടി ചെയ്യുന്നതിന്റെ കാരണം എന്താ? ഈ തപസ് ഭഗവാൻ അനുഷ്ഠിക്കേണ്ട തപസ്സാണ്. അതിന്റെ പരിപൂർണതയിൽ എത്തുമ്പോഴാണ് ഓരോ വർഷവും ഉത്സവം നടക്കുന്നത്. ഇപ്പൊ ഉത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കലാപരിപാടി നടത്താനും സന്തോഷിക്കാനുള്ള എന്തെങ്കിലും പാനീയങ്ങളൊക്കെ കുടിച്ചിട്ട് വന്ന് സന്തോഷിച്ച് പോകാനും വേണ്ടിയിട്ടാണെന്നാണ് പല ഉത്സവം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്. വലിയ വമ്പൻ സ്റ്റേജ് പരിപാടി വെക്കുക, വരിക, ക്ഷേത്രവും ഭഗവാനും ഒക്കെ അകത്ത് നടന്നോളും. അല്ല, അവിടെ ഒരു വർഷത്തെ ദേവതയുടെ മന്ത്രജപത്തിന്റെ പരിപൂർണത, പരിപൂർത്തിയിലേക്ക് എത്തുന്ന സ്റ്റേജാണത്. ആ സമയത്ത് ആചാര്യൻ, തന്ത്രി, നമ്മൾ തന്ത്രി ദേവന്റെ പിതാവാണെന്നും ഗുരുവാണെന്നും ആചാര്യമാണെന്നും ഒക്കെ പറയാറുണ്ട്. ആ തന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാകത്തിലാവും എല്ലാ പൂജകളും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാവും എല്ലാ പൂജകളും അവിടെ നടക്കുന്നത്. ആ സമയം വളരെ വിശേഷമാണ്. ആ സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ വരും. അവരുമായി ഭക്ഷണം ഉണ്ടാക്കി രസിച്ച് വൈകിട്ട് നടക്കുന്ന കലാപരിപാടികൾ, സന്തോഷമുണ്ടാക്കുന്ന പാനീയങ്ങളും കുടിച്ച് വന്ന് കണ്ട് ബഹളം വെച്ച് പോകാനുള്ളതല്ല. അവരെല്ലാം കൂട്ടിവെച്ച് ഭഗവാന്റെ സ്ഥലത്തുനിന്ന് നമുക്ക് ഭക്ഷണം തരാനുള്ള വ്യവസ്ഥയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭഗവാന്റെ നിവേദ്യ വസ്തുക്കൾ, ഭഗവാൻ എന്താണോ കഴിക്കുന്നത് അത് കഴിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി അവിടെ ഇരുന്ന് ഭഗവാന്റെ ഈ ആനന്ദ ഉത്സവത്തിൽ പങ്കെടുക്കുകയാണ്. അതിന് മന്ത്രം ജപിക്കണം, നാമം ജപിക്കണം. അപ്പോ ഇതാണ് പൊതുവെ പറഞ്ഞ ഒരു ക്ഷേത്രത്തിന്റെ ഘടന. ഇത് അനുദിനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇനി ഈ പ്രവർത്തിക്കുന്നതിന്റെ ഫലം വാങ്ങാനാണ് നമ്മൾ പോവേണ്ടത്. ഈ ദേഹം പ്രവർത്തിച്ചു മന്ത്രം ജപിച്ചു വെച്ചിരിക്കുന്നതിന്റെ ഫലം വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോവേണ്ടത്. ആ പോവേണ്ട ആൾക്ക് ചില ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. എങ്ങനെ ആയിരിക്കണം പോകേണ്ടത്, അല്ലേ? പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എല്ലാവർക്കും, ചെല്ലുന്നവർക്ക് എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. എന്ത് പാസ്സാവണം? 10ാം ക്ലാസ് പാസ്സാവണം, അല്ലേ? 10ാം ക്ലാസ് പാസ്സായവരുടെ എണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ മാർക്ക് നോക്കും. എന്ന് പറഞ്ഞ പോലെ നമുക്കും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആധികാരികതയുണ്ട്, ഒരു അധികാരി നിശ്ചയമുണ്ട് എങ്ങനെ വേണം ക്ഷേത്രത്തിൽ പോവാൻ. അതിന് ഏറ്റവും ഉപരിയായി പറയുന്ന ക്വാളിഫിക്കേഷൻ മനഃശുദ്ധിയാണ്. പെട്ടു, അല്ലേ? ഇത്രയും കാര്യം ഞാൻ ആദ്യമൊക്കെ സൂചിപ്പിച്ചപ്പോൾ വിചാരിച്ചു ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ക്ഷേത്രാചാരം, കുളിച്ചു പോയാൽ മതി, നല്ല വസ്ത്രം ഉടുത്ത് പോയാൽ മതി എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പൊ പറയുകയാണ് മനഃശുദ്ധി വേണമെന്ന്. അതിനിപ്പോ എന്ത് സോപ്പാണോ ഉപയോഗിക്കേണ്ടത് നമ്മൾ ആലോചിക്കുക, അല്ലെ? ശരീരശുദ്ധിക്ക് വേണ്ടിയിട്ട് ലക്സൊക്കെ വാങ്ങിയിട്ട് കുളിച്ചാൽ മതി, അല്ലേ? ശരീരശുദ്ധിക്ക് വേണ്ടിയിട്ട് ശരീരശുദ്ധി വേണം. എന്തിനാ കുളിച്ചു പോകുന്നത്? നമ്മുടെ ശരീരം ശുദ്ധമാകണം, അല്ലേ? ശരീരം ശുദ്ധമാകുന്നതിനൊപ്പം തന്നെ ചെറിയ ഒരു മാറ്റം മനസ്സിനുണ്ടാവും. കുളിച്ചു കഴിയുമ്പോൾ ഒരു ഉണർവുണ്ട്, അല്ലേ? എന്ന് പറയുന്ന പോലെ മനസ്സിനൊരു ഉണർവുണ്ട്. അതിന് ഏത് സോപ്പാ? 2 അക്ഷരേ ഉള്ളൂ സോപ്പിന്റെ പേര്, നാമം ജപിക്കുക. ഓരോ പ്രാവശ്യവും നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോയി വരുമ്പോൾ നമ്മുടെ കുറയേണ്ടത് എന്താണോ അതാ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്താ കുറയേണ്ടത്? ഓരോ പ്രാവശ്യവും ക്ഷേത്രത്തിൽ പോയിക്കുമ്പോൾ അഹങ്കാരം മാറണം. അഹങ്കാരം മാറിയാലേ ഉള്ളൂ മറ്റേ ആൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുകയുള്ളൂ. അവിടെയൊക്കെ കൊണ്ട് എല്ലാം ജപിച്ചൊക്കെ വെച്ചിരിക്കുക, ഒരു പാക്കറ്റാക്കി വെച്ചിരിക്കുക, വരുമ്പോഴേ എടുത്തു കൊടുക്കാൻ. മന്ത്രമൊക്കെ ജപിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ വലിയൊരു തപസ് അനുഷ്ഠിച്ച് തന്ത്രി എന്നോട് പറഞ്ഞത്, ഗുരുത്വമുള്ളവനാണ് ദേവൻ, തന്ത്രി പറഞ്ഞിട്ടുണ്ട് ലോകത്തെ അനുഗ്രഹിക്കണം, അവർക്ക് സുഖം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ ഒരു കിറ്റിനകത്താക്കി വെച്ചിരിക്കുക. ഓരോരുത്തരും വരുന്നവരെ അറിയാം ഏത് ലോകത്തെ അനുഗ്രഹിക്കേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ സംശയം ഇതായിരിക്കും, എത്ര പേരുണ്ട് ഈ ഗ്രാമത്തിൽ, അവർക്കുള്ള കിറ്റൊക്കെ തയ്യാറാക്കി വെക്കണേ, അവരെയൊക്കെ അറിയണ്ടേ അല്ലേ? അവരെയൊക്കെ അറിയണമെങ്കിൽ അവർ കൺമുമ്പിൽ വരും. ആലോകയതീതി ലോക, നോക്കുമ്പോഴേ കാണുന്നവര്, കണ്ണിപ്പെടണമെങ്കിൽ ദേവന്റെ മുമ്പിൽ ചെല്ലണം. അപ്പം അവിടെ വരുന്ന ഭക്തനെയാണ് അനുഗ്രഹിക്കുന്നത്, നോക്കുമ്പോൾ കാണണം. അപ്പോൾ ക്ഷേത്രത്തിൽ പോകാതെ ക്ഷേത്രം കൊണ്ട് ഗുണം കിട്ടണം എന്ന് വിചാരിച്ച് വീട്ടിലിരുന്നാൽ ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല. ഇനി ഇവിടെ ആള് കുറവാണെങ്കിൽ ചിലപ്പോൾ വീട്ടിലൊക്കെ കിറ്റ് എത്തിക്കുന്നത് പോലെ എത്തിക്കുമായിരിക്കാം ഒരു പക്ഷെ. പക്ഷെ പറയുന്നത് ഇതാണ്, തന്ത്രി പറഞ്ഞിട്ടുണ്ട്, നോക്കുമ്പോൾ കാണുന്ന കൺമുമ്പിലേക്ക് വരുന്നവരെയൊക്കെ അനുഗ്രഹിച്ചോണം, അവർക്ക് സുഖം കൊടുക്കണം. അപ്പൊ അതൊക്കെ അതിന് വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ മെറ്റീരിയലുകളെല്ലാം സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വന്നാൽ മതി, കൊടുക്കാം. വരുന്നവൻ എങ്ങനെ വരണം? ഒക്കെ കളഞ്ഞിട്ട് വരണം. എങ്ങനെ കളയണം? നമ്മുടെ ചിന്ത ചെരുപ്പൂരി വെക്കണം എന്നറിയാം. ചെരുപ്പൂരി വെച്ചു, 1500 രൂപ കൊടുത്ത് വാങ്ങിയ ചെരുപ്പ് മതിലിന് പുറത്ത് വെച്ചു, അമ്പലത്തിനകത്ത് കയറി ചെന്നുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് മക്കളോട് ചോദിക്കണം, ചെരുപ്പാരെങ്കിലും കൊണ്ടുപോകോ? ചോദിക്കോ? ഇനി ചോദിച്ചില്ല, വളരെ ഗൗരവത്തിൽ നിൽക്കുകയാണേലും ദൈവമേ ചെരുപ്പ്. ഞാനൊക്കെ ഇടയ്ക്ക് ഒരു കാലത്ത് വിചാരിച്ചിരുന്നു, 2 കളറുള്ള വള്ളിയുള്ള ചെരുപ്പിട്ടിട്ട് ഒരു ക്ഷേത്രത്തിൽ പോയാൽ മനസമാധാനത്തോടെ കൂടി തൊഴാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് വെച്ചാൽ ഒരു സോള് വാങ്ങിയിട്ട് 2 കളറുള്ള, ഒരെണ്ണം നീലയും ഒരെണ്ണം വെള്ളയും വാങ്ങി ഇട്ടു. അപ്പൊ 2 കളറുള്ള ചെരുപ്പ് കണ്ടു കഴിഞ്ഞാൽ ആരും വാങ്ങരുത്. പിന്നെയാണ് മനസ്സിലാക്കുക, കോളേജിൽ പോകുന്ന പെൺകുട്ടികളുടെ കാലം നോക്കിയപ്പം 2 കളറുള്ള ചെരുപ്പാ. കാരണം അത് ട്രെൻഡായിപ്പോയി. അപ്പൊ പിന്നെ അതും രക്ഷയില്ലെന്നായി. അപ്പൊ അതിനെ ഇത്തരമുള്ള ചിന്തകൾ നമുക്കുണ്ടാകും. കാരണം അഞ്ഞി അടുപ്പത്ത് വിട്ടിട്ട് ഓടിപ്പോയി അമ്പലത്തിൽ തൊഴാൻ വരുന്നവർക്ക് അടുപ്പിലെ തീ പോവോ അല്ലെ തിളച്ച് ചാടുവോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇതൊക്കെ വിടണം. ഇതൊക്കെ ഭഗവാന് നോക്കുമ്പോൾ കാണാം. കാരണം നമ്മുടെ കണ്ണിന് മാത്രമേ പരിധിയുള്ളൂ. ഭഗവാന്റെ കണ്ണ്, മഹാത്മാക്കളുടെ കണ്ണ്, യോഗികളുടെ കണ്ണൊക്കെ കണ്ണാ. അവരുടെ ചെവി എന്ന് പറയുന്നത് സൗണ്ട് ഫ്രീക്വൻസിക്ക് പരിധിയില്ല. എത്ര വേണേലും കേൾക്കാം, എത്ര ചെറിയ ശബ്ദം വേണേലും കേൾക്കാം, എത്ര ഉയരത്തിലുള്ള ഫ്രീക്വൻസിയിലുള്ള ശബ്ദവും കേൾക്കാം എന്ന് പറയുന്ന പോലെ അവര് നമ്മളെ നോക്കുമ്പോൾ കാണാം അകത്ത് കടന്ന് തിളയ്ക്കുന്ന ചിന്ത. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അനന്യാശ്ചിന്തയന്തോമാം. എല്ലാ ചിന്തകളും, മറ്റ് ചിന്തകളൊക്കെ വെടിഞ്ഞിട്ട് വരുന്നവൻ. അപ്പൊ ഇവിടെ വന്ന് ചിന്തയോടുകൂടി നിൽക്കുകയാണെങ്കിലോ പറ്റില്ല. അപ്പോ മനസ്സ് ശുദ്ധമാകണം. അതിന് നിരന്തരം ഇടതടവില്ലാതെ നാമം ജപിച്ചുകൊണ്ട് വേണം ക്ഷേത്രത്തിലേക്ക് പോവാൻ. അപ്പൊ ആദ്യത്തെ പൂജ തുടങ്ങി. ക്ഷേത്രത്തിൽ പോകുന്ന 5 പൂജയേ ഉള്ളത്. ഒന്നാമത്തെ പൂജ അഭിഗമനം എന്ന് പറയും. അഭിഗമനം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് പോയി പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്യുന്നത് വരെയുള്ള കാര്യമാണ്. അതൊക്കെ എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം, എങ്കിലും ഓടിച്ചു പറയാം. അഭിഗമനം, ഇപ്പൊ നമ്മള് കുളിച്ച് ശുദ്ധരായി മനഃശുദ്ധി വരുത്താൻ വേണ്ടി നാമം ജപിച്ചു. എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം? എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം? ശുദ്ധമായ വസ്ത്രം ധരിക്കണം അല്ലേ? അതിന് അറ്റത്തൊരു 4 വിരലിന്റെ വീതിയുള്ള കസവ് വെക്കണം നിർബന്ധമുണ്ടോ? ഇല്ല അല്ലേ? അതൊക്കെ വെച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ ഭഗവാനെ അഷ്ടബന്ധിട്ട് ഉറപ്പിക്കുക, പുള്ളി എഴുന്നേക്കാൻ നോക്കും. കാരണം ഈ വരുന്ന കേമനായിട്ടുള്ള നാട്ടുപ്രമാണിയെ ഒന്ന് തൊഴുതാൽ, എഴുന്നേറ്റ് നിന്നൊന്ന് ബഹുമാനിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ? നാളെ ഈ അമ്പലത്തിനൊരു ചുറ്റമ്പലവും കൊടിമരവും ഒക്കെ ആക്കി പണിത് തന്നാലോ? നന്നായില്ലേ എന്ന് വിചാരിച്ച് എഴുന്നേക്കുമെന്ന് പേടിച്ചിട്ടാണ് പൂർവ്വസൂരികൾ ഇതിനെ അഷ്ടബന്ധിട്ട് ഉറപ്പിച്ചേക്കുക. 8 തരത്തിലുള്ള ബന്ധം പശയിട്ട് ഉറപ്പിച്ചേക്കുക. എഴുന്നേക്കണ്ട, ആര് വന്നാലും അവിടെ ഇരുന്നാൽ മതി. അപ്പൊ അങ്ങനെയല്ല പോകേണ്ടത്. വളരെ ലളിതമായിട്ടുള്ള വസ്ത്രധാരണം, അത് ശുദ്ധിയുള്ളതായിരിക്കണം. മറ്റ് ചിന്തകളൊന്നും വരാത്ത, ഇതിൽ എണ്ണ പറ്റുമോ അല്ലെങ്കിൽ ചെളി പറ്റുമോ എന്ന് നമസ്കരിച്ചാൽ, പുരുഷന്മാരാണെങ്കിൽ ദണ്ഡ നമസ്കാരം, സാഷ്ടാംഗ നമസ്കാരമൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ അഴുക്ക് പറ്റുമോ എന്നൊക്കെയുള്ള ചിന്ത ഇല്ലാത്ത തരത്തിലുള്ള ലളിതമായിട്ടുള്ള വസ്ത്രം പോയാലും കുഴപ്പമില്ല. അപ്പൊ അതിലേക്ക് ചിന്ത വരില്ല. അപ്പൊ അങ്ങനെയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ക്ഷേത്രത്തിന്റെ മുമ്പിലെത്തുമ്പോ ഗോപുരം ദേവപാദം സ്യാൽ, അവിടെ തുടങ്ങി ക്ഷേത്രത്തിന്റെ ശരീരമാണ്, ദേവന്റെ ശരീരമാണ്, ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. ശിരസാണ് ശ്രീകോവിലിന്റെ അകത്തുള്ള ഗർഭഗൃഹം. അവിടെ മുതല് കയ്യും കാലും ശരീരവും ഒക്കെ നിലത്ത് വിരിച്ചിട്ട് പാദം കൊണ്ടുപോയി ഗോപുരത്തിന്റെ അവിടെ വെച്ചിട്ട് കിടക്കുക. അവിടെ മുതൽ ദേവന്റെ ശരീരത്തിലേക്കാണ് കയറുന്നത് എന്ന അടിയുറച്ച വിശ്വാസം. അതാ ഇല്ലാത്തത് അല്ലേ?
അതാ നമുക്കില്ലാത്തത്. വിശ്വാസം വിശേഷേണ ശ്വസിക്കലിനാണ്, വിശേഷമായി ശ്വസിക്കലിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. നല്ലവണ്ണം ശ്വസിക്കുക. അത് നമുക്കുണ്ടോ? അത് ഉണ്ടോ? ഇവിടെ ഇരിക്കുന്നത് ശ്രീധർമ്മശാസ്താവാണ്, അയ്യപ്പനാണ്. അത് പുലിയെ പിടിക്കാൻ പോയ കഥയൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലേ? പുലിപ്പാലിന് വേണ്ടി കാട്ടിപ്പോയി പുലിയെ പിടിച്ചോണ്ട് വന്ന അത്രയ്ക്കും വലിയ കേമനാണ് എന്നുള്ള ചിന്തയുണ്ടോ അമ്പലത്തിൽ വരുമ്പോ? അവിടെ കയറിയിട്ടുണ്ടോ? എഴുതുമ്പോൾ ഗോപുരത്തിന്റെ വാതിക്കൽ എഴുതുന്ന ശബ്ദം നാമജപങ്ങൾക്ക് മാത്രം നമ്മൾ എത്ര പേര് അനുസരിച്ചിട്ടുണ്ട്? ഉണ്ടോ? അമ്പലത്തിനകത്ത് കയറി തിരിച്ചിറങ്ങുന്നത് വരെ നാമം ജപിക്കാൻ വേണ്ടി മാത്രം ശബ്ദം ഉയർത്തിയിട്ടുള്ളവരുണ്ടേലൊന്ന് കൈവക്കിയാൽ കൊള്ളാം. ഉണ്ടല്ലേ? ആ ഉണ്ട്. വളരെ നല്ലത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു കൈയും പൊങ്ങത്തില്ല. ഞങ്ങളുടെ നാട്ടിലേക്ക് ആണെങ്കിൽ ഒറ്റ ആള് പോലും കൈവക്കാൻ എതിരെ. കാരണം എന്തെങ്കിലുമൊക്കെ പറയും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. കാലങ്ങളായി കാണാത്ത പാറക്കുട്ടിയമ്മയൊക്കെ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് പുറകെ വെച്ച് കാണും. പാറക്കുട്ടിയമ്മയുടെ മോൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ പാറക്കുട്ടിയമ്മേനെ അമ്പലത്തിലേക്ക് കണ്ടില്ല. അപ്പൊ എന്താ പാറക്കുട്ടിയെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിശേഷം ചോദിക്കലൊക്കെ ഉണ്ട് അമ്പലത്തിന്റെ പുറകെ വരുണന്റെ അടുത്തൊക്കെ നിന്നിട്ട്. അപ്പോ ഇത്തരത്തിൽ വിശ്വാസമല്ല, അവിടെ ഇരിക്കുന്നത് ലോകഹിതകാരിയായിട്ടുള്ള, നമ്മയെല്ലാം അനുഗ്രഹിക്കാനും അതേ നിമിഷം തന്നെ നിഗ്രഹിക്കുവാനും പ്രാപ്തമായിട്ടുള്ള ഒരു ചൈതന്യമാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് സുഗമമാക്കി കൊണ്ടുപോകാനും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാനും ഒരു നൊടിയിട കൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റുന്ന പ്രാപ്തമായിട്ടുള്ള ഒരു ചൈതന്യമാണ്. അത് തീക്കളിയാണ്, തൊടാൻ പാടില്ല അല്ലേ? അതേപോലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ സൈലൻസ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് നമ്മൾ ലോകവർത്താനം പറയുമോ? കയറുമോ? SI ഇരിക്കുന്ന, അല്ലെങ്കിൽ SI അവിടെ ഇല്ലേ പോലും നമ്മളവിടെ ശബ്ദം ഉയർത്തി സംസാരിക്കാറില്ല. കാരണം എന്താ? പോലീസിനോട് കളിച്ചാൽ പിടിച്ച് അകത്തിടുക അവര്. അവിടെ പോയിട്ട് നാട്ടുവർത്താനം എത്ര പരിചയക്കാരനാണെങ്കിലും ഇങ്ങനെ കൈകൊണ്ട് കാണിക്കും, പുറത്തിറങ്ങിയിട്ട് പറയാം. കാരണം എന്താ? പോലീസ് ഇരിക്കുന്ന സ്ഥല. ഇതുപോലെ എത്രയോ പോലീസുകാരെ സൃഷ്ടിച്ച് വിട്ടിട്ടുള്ള ഭഗവാന്മാരുടെ, ഭദ്രകാളി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ദാരികന്റെ തല ഒരു സാമ്പിളായിട്ട് കൈ പിടിച്ചിട്ടുള്ള ആളാ. അഹങ്കാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തല വെട്ടി കൈ പിടിക്കുമെന്ന് ഭദ്രകാളി പറയാ. കൈയും കാലും വെട്ടി അരയെ തൂക്കും, തലയോട്ടി വെട്ടി മാലയിടും. എന്താ? അഹങ്കാരിയായാൽ. ദാരികന്റെ അഹങ്കാരം കൊണ്ടിട്ടാ ഭഗവതി വെട്ടി കൈ പിടിച്ചത്. അപ്പോ ഇത് കൈ ഒരാൾ ഇതും പിടിച്ചോണ്ട് നിൽക്കുക, ഒരു കൊലയാളിയുടെ മുമ്പിൽ തലവെട്ടി നിൽക്കുന്നതിന്റെ മുമ്പിൽ പോയാൽ നമ്മൾ മിണ്ടത്തില്ല. അപ്പൊ നമുക്ക് ഉണ്ടാവേണ്ടത് ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇതൊരു കല്ലല്ല. ഞങ്ങളുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഞാൻ രാവിലെ മുതൽ അമ്പലത്തിൽ വന്ന് പോകുന്നതേ ഉള്ളൂ. പുഷ്പാഞ്ജലി കഴിക്കുന്നത് അവിടുത്തെ അമ്പലത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്, വഴിപാട് കഴിക്കുന്നതും സമർപ്പണവും നടത്തുന്ന അതിനു വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ. മാറ്റണം. ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ തലയാണ് ആ ദേവിയുടെ കൈയിരിക്കുന്നത്, ദാരികന്റെ തലയല്ല. ഞാൻ എൻ്റെ തല ആ ദേവിയുടെ കൈ കൊടുത്തിരിക്കുകയാണ്, എൻ്റെ കാലുകളും കൈകളും ആ ദേവിയുടെ അടുത്ത് കൊടുത്തിരിക്കുകയാണ്. അവൾ ഇനി ഭദ്രം ചെയ്തോട്ടെ. ഭദ്രകാളി, ഭദ്രം കലയതീതി ഭദ്രകാളി. അവളുടെ കൈ കൊടുത്താൽ പിന്നെ എന്ത് പേടിക്കാനാ നമുക്ക്? അവളുടെ കയ്യിലോട്ട് എൻ്റെ തലയും ഞാൻ പ്രവർത്തിക്കുന്ന സാധനങ്ങളും കൈയും കാലുമൊക്കെ എൻ്റെ ശരീരവും ഒക്കെ അവൾക്ക് കൊടുത്തേക്കുകയാണെങ്കിൽ അവൾ നോക്കിക്കോളും. കൊച്ചുകുട്ടികൾ അച്ഛനമ്മമാരെ കാര്യങ്ങൾ ഏൽപ്പിച്ച് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന പോലെ നമുക്കും ജീവിക്കാം. ഈ ഒരു വിശ്വാസമാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. എന്ത് ചെയ്തുകൂടാ? നാമം ജപിക്കണം, മറ്റു ഭാഷണങ്ങൾ അരുത് എന്ന് പറഞ്ഞുള്ളത് അങ്ങനെ തന്നെ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടത്? ഈ മന്ത്രം ജപിക്കുന്നത് അകത്തിരിക്കുന്ന ദേവതയുടെ അതേ മന്ത്രമാണ്, അല്ലെങ്കിൽ ആ ദേവതയുടെ ശരീരം പ്രവർത്തിക്കുന്ന അതേ താളത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി അതേ താളത്തിൽ എഴുതിയിട്ടുള്ളൊരു മന്ത്രം നമ്മളെ കൊണ്ട് ജപിപ്പിക്കുകയാണ് നാമജപം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഈ ദേവതയുടെ ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മുതൽ ഒരേ താളത്തിൽ അതിന് ഒരു ഉദാഹരണമായിട്ട് ആധുനിക ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുള്ള ഒരു പരീക്ഷണമുണ്ട്.
ഒരേ രീതിയിൽ ശ്രുതി ചേർത്ത് വെച്ചിട്ടുള്ള 2 വീണകൾ ഒരു മുറിക്കകത്ത് വെച്ചിട്ട് ഒരു വീണ മാത്രം പ്ലേ ചെയ്തു, ഒരു വീണ മാത്രം നാദിപ്പിച്ചു. കുറച്ച് സമയത്തിന് ശേഷം മറ്റേ വീണയിലും വളരെ ചെറിയ തരത്തിൽ ആ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു തുടങ്ങിയെന്ന. അപ്പോ ഇവിടെ മന്ത്രജപം ചെയ്ത് സിദ്ധനായിരിക്കുന്ന ദേവതാ സങ്കേതത്തിൽ ആ ദേവതയുടെ ശരീരത്തിൽ ആ ദേവതയുടെ അതേ ഫ്രീക്വൻസിയുള്ള നാമജപങ്ങളോടുകൂടി പ്രവേശിക്കുന്ന ഭക്തനെ താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആനന്ദം അനുഭവിക്കാൻ ഇടയാകും. അതുകൊണ്ടാണ് മറ്റു ഭാഷണങ്ങളൊന്നും പാടില്ല, നാമം ജപിച്ചുകൊണ്ട് പ്രവേശിക്കണം, മനസ്സ് മറ്റു ചിന്തകളൊന്നും ഇല്ലാതിരിക്കണം എന്ന് പറയുന്നത്. വസ്ത്രം എന്നൊക്കെ പറയുന്നത് വലിയ അടിസ്ഥാനമുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ നമുക്ക് ഇന്ന രീതിയിൽ വരണം എന്ന് പറയുന്നത് നമ്മുടെ അഹന്തയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാത്തിനും അടിസ്ഥാനം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഞാനെന്ന് ഞാൻ വിചാരിക്കുന്ന ആ വസ്തുവാണ്. അതിനെ ഈശ്വരനാണെന്ന് തിരിച്ചറിയിച്ചു തരികയാണ് ക്ഷേത്രാരാധന കൊണ്ട് സംഭവിക്കുന്നത്. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ നടയ്ക്ക് മുമ്പിൽ വന്നു പ്രദക്ഷിണം ചെയ്യും അല്ലെ. എന്തിനാ പ്രദക്ഷിണം ചെയ്യുന്നത്? അക്ഷരമൊക്കെ വ്യാഖ്യാനിച്ച ശ്ലോകങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വിട്ടേക്കുക ഞാൻ. പ്രശ്ചിനസ്തി ഭയം സർവേ ദകാരോ മോക്ഷദായക ക്ഷികാരാത് ക്ഷീയതേ പാപം നകാരം ശ്രീപ്രദായകം. പ്രകാരം കൊണ്ട് ഭയമില്ലാതാക്കും, ദകാരം കൊണ്ട് മോക്ഷം ലഭിക്കും, ക്ഷികാരം ക്ഷ എന്ന അക്ഷരം കൊണ്ട് ക്ഷി എന്നുള്ള അക്ഷരം കൊണ്ട് ക്ഷീയതേ പാപം ക്ഷയിക്കുന്നു, നകാരം ന എന്ന അക്ഷരം ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും എന്നും ഇതിനാണ് പ്രദക്ഷിണം ചെയ്യുന്നതെന്നും അതെങ്ങനെ ചെയ്യണം എന്നും ഒക്കെ ചില ആഗമങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ പറയും ആസന്ന പ്രസവാനാരി തൈലപൂർണം യഥാ ഘടം വഹന്തി ശനകൈര്യാദി തഥാ കുരിയാൽ പ്രദക്ഷിണം. മറ്റൊരു തരത്തിൽ പദപ്രദക്ഷിണം, ഒരു പദത്തിൽ നിന്നും അടുത്ത പദം ഊന്നി പ്രദക്ഷിണം പറയും. പദാന്തരം ഗച്ഛേത് കരൗ ചലനവർജിതോ ഹൃദിധ്യാനം സ്തുതിർവാചി ചതുരംഗം പ്രദക്ഷിണം എന്ന് പറയും. ഒരു പദത്തിൽ നിന്നും മറ്റൊരു പദം ഊന്നി ഹൃദയത്തിൽ ഭഗവാന്റെ രൂപം ധ്യാനിച്ച് വാക്കുകളെ കൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് കൈകൾ തൊഴുതു പിടിച്ചുകൊണ്ട് വേണം പ്രദക്ഷിണം ചെയ്യാൻ എന്ന് പറയും. അപ്പൊ അതിന് വേഗം പറയുന്നതാണ്, പ്രസവം അടുത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ ശിരസിലേക്ക് ഒരു കുടത്തിൽ എണ്ണ എടുത്തു വെച്ചാൽ അതിൽ ഒരു തുള്ളി പോലും പുറത്തു പോകാതെ എത്ര പ്രകാരം വേഗത്തിലാണോ പ്രദക്ഷിണം ചെയ്യാൻ പറ്റുന്നത് ആ വേഗം എന്ന് പറയും. അപ്പൊ വളരെ സാവധാനം. ഇതിൻ്റെയൊക്കെ പൊരുൾ എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി വളരെ ഷാർപ്പാവാൻ വേണ്ടിയിട്ട്, വളരെ മന്ദഗതിയിലുള്ള ശ്വാസം ബുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്, ആ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേഗമൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. അതും എവിടെയാണ് ചെയ്യുന്നത്? ഭഗവാന്റെ മുഖവൃത്തത്തിന് പുറത്ത് ബലിക്കല്ലുകൾ പ്രതിഷ്ഠിച്ച് വെച്ചതിൻ്റെ ഉള്ളിലൂടെയല്ല, പുറത്തുകൂടിയാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. പുറത്തുകൂടെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്ലോക്ക് വൈസിലാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. എന്താ ഇടത്തൂടെ പോയാൽ എന്താ കുഴപ്പം? ഇടത്തോട്ട് പ്രദക്ഷിണം ചെയ്താൽ എന്താ കുഴപ്പം? നമ്മൾ ഇടത്തു നിന്ന് വലത്തോട്ടാണ് പ്രദക്ഷിണം ചെയ്യുന്നത് അല്ലേ? അതായത് ഭഗവാന്റെ വലത്തെ കൈയുടെ അവിടുന്ന് കറങ്ങി ക്ലോക്ക് വൈസിലാണ് വരുന്നത്. എന്തിനാ അത് ചെയ്യുന്നത്? എളുപ്പത്തിൽ മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറയും. തടിയിലേക്ക് നമ്മൾ പിരിയുള്ള ആണില്ലേ, സ്ക്രൂ, അതെങ്ങനെയാണ് തിരിക്കുന്നത്? വലത്തോട്ടാണ്, ക്ലോക്ക് വൈസിലാണ് തിരിക്കുന്നത്. അപ്പൊ തിരിക്കും തോറും ആ സ്ക്രൂവിന്റെ നീളം കുറഞ്ഞു വരും. എന്നാ നീളം കുറയുവാണോ ഒടിയുവാണോ? അല്ല, തടിയിലേക്ക് ഇറങ്ങിപ്പോവുക. കൂടുതൽ നേരം തിരിക്കുമ്പോൾ അത് ഇറങ്ങി ചെന്ന് തടിയുടെ ലെവലിലേക്കാവും. പിന്നീട് തിരിച്ചാൽ തടിയിലേക്ക് ആണ്ടിറങ്ങിപ്പോവും എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിലേക്ക്, അതിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുകയാണ് ചെയ്യുന്നത്. വലത്തോട്ട് തിരിയുമ്പോൾ ഭഗവാനിലേക്ക് ലയം പ്രാപിക്കുക. എന്തിനാ ഭഗവാനിലേക്ക് ലയിക്കുന്നത്? ഭഗവാനായി തീരാൻ വേണ്ടിയിട്ട്. നമ്മൾ അഗ്നിയിലേക്ക് വിറക് വെക്കുന്ന ശീലമുള്ള അമ്മമാരാണ് നമ്മൾ. അഗ്നിയിലേക്ക് വിറക് വെച്ച് കഴിയുമ്പോൾ ആദ്യം കുറച്ച് സമയം വിറകിനെ അവിടെ കാണാം, പിന്നീട് അത് അഗ്നിയായി പരിണമിക്കും എന്ന് പറയുന്നത് പോലെ കത്തിജ്വലിച്ച് നിൽക്കുന്ന അഗ്നിയിലേക്ക് വിറകുകളെ നിക്ഷേപിക്കുന്നത് പോലെ നിരന്തരം മന്ത്ര ഉപാസനയിലൂടെ, മന്ത്രസാധനയിലൂടെ ഈശ്വര പദവിയിൽ എത്തി നിൽക്കുന്ന ആ ദേവതാബിംബം അല്ലെങ്കിൽ ആ ദേവതാ ചൈതന്യത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈശ്വരനാക്കി
മാറ്റുന്ന ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ആരാധനക്രമമാണ് പ്രദക്ഷിണം. വളരെ ശ്രദ്ധയോടുകൂടി നാമജപത്തോടുകൂടി ചെയ്താൽ 100% ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിച്ചു വന്നിട്ടുള്ള ഒരുവനാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എന്താണ് ഈശ്വരൻ എന്ന് അനുഭവിക്കാൻ സാധിക്കും. ഒരു സംശയവും വേണ്ട. പക്ഷേ ഈ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കണം. മനഃശുദ്ധി എന്ന് പറയുന്ന എളുപ്പത്തിൽ വരുന്നില്ല. ശുദ്ധമാകാൻ വേണ്ടുന്ന എക്സർസൈസുകൾ ചെയ്തുകൊണ്ട് വന്നാൽ മതി. ഒറ്റയടിക്കൊന്നും മനഃശുദ്ധി ഉണ്ടാവത്തില്ല, ഒറ്റയടിക്കൊന്നും ഈശ്വരപദവി ഉണ്ടായെന്ന് വരത്തില്ല. അനുദിനം ചെയ്യേണ്ടി വരും. ഈ ആരാധന നടക്കുന്ന സമയമെല്ലാം ഏതൊക്കെ സമയത്ത് വരാമോ ആ സമയത്തൊക്കെ ജോലിയുള്ളവർ, തിരക്കുള്ളവർ, അവർക്ക് പറ്റുന്ന സമയങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഗ്രാമദേവതയെ വന്ന് കണ്ട് പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്ത് അവിടെ ഇരുന്ന് കുറച്ച് നാമൊക്കെ ജപിച്ചു പോകുന്നത് കൊണ്ട് ഈശ്വരൻ എന്താണെന്ന് പറയാനോ പഠിപ്പിക്കാനോ അല്ല, അനുഭവിക്കാൻ സാധിക്കും. അതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് പ്രദക്ഷിണം. അതുകൊണ്ട് അഭിഗമനം എന്ന പൂജ അവസാനിച്ചു. രണ്ടാമത്തത് ഉപാദാനം. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇതാണ്, നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഉപാദാനം. എന്തെങ്കിലും കൊടുക്കുക. പിന്നെ ഭണ്ഡാരമൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. എന്തിനാ ഭണ്ഡാരം? ത്യാഗേനൈകേ അമൃതത്വം അശ്നുതേ. ത്യാഗം കൊണ്ടേ അമൃതത്വം ലഭിക്കുകയുള്ളൂ. അപ്പൊ ത്യജിക്കാൻ ശീലിപ്പിക്കലാണ് ഭണ്ഡാരം. നമ്മളോട് പറയും എന്താ ഭണ്ഡാരത്തിൽ ഇടേണ്ടത്? നമ്മളവിടെ ചെന്ന് ഈ ഭണ്ഡാരത്തിൽ എന്താ ഇടേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ആ ക്ഷേത്ര കമ്മിറ്റിയിൽപ്പെട്ട ഒരാളോട് ചോദിക്കും എന്താ ഇടേണ്ടത്, അല്ലെ തിരുമേനി ചോദിക്കും തിരുമേനി ഇതിൽ എന്താ ഇടേണ്ടത്? ഇഷ്ടമുള്ളത് ഇട്ടോ എന്ന് പറയും. അല്ലേ? സന്തോഷമായി. ഇഷ്ടമുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാവും. നമ്മൾ ഏതാ ഇടുന്നത്? 1000 നോട്ടും 1000 ഇല്ല അല്ലേ? ഇപ്പൊ 500 നോട്ടും 10 രൂപ നോട്ടും 2 രൂപയുടെ ഒരു തുട്ടും 1 രൂപയുടെ തുട്ടുണ്ട്. ഇഷ്ടമുള്ളത് ഇട്ടേക്കാൻ പറഞ്ഞാല് നമ്മളേതാ ഇട്ടെ? 1 രൂപ ഇടും. ഇഷ്ടമുള്ളത് മാറ്റി വെച്ചേക്കുക. 500 ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞാൽ ഇഷ്ടം 200, അത് കഴിഞ്ഞാൽ ഇഷ്ടം 100, പിന്നെ ഇഷ്ടം 50, പിന്നെ 10, 20, 10. ഏറ്റവും ഇഷ്ടമില്ലാത്തത് 1. ഇഷ്ടമുള്ളത് ഇടാൻ പറഞ്ഞു, ഇഷ്ടമില്ലാത്തത് ഇട്ടു. ശരിയല്ലേ? ആണോ? അപ്പോ പതുക്കെ പതുക്കെ ഈ വലിയതൊക്കെ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് ഭാവന മാറും. ഇത് പോയാലും വലിയ കുഴപ്പമില്ല. എൻ്റെ കുഞ്ഞ് പറയുമായിരുന്നു, ഒരു ചെറിയ നാണയത്തുട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ പറയും അമ്പലത്തിൽ ഇടാനുള്ള കാശാന്ന് പറയും. കാരണം അവർ കണ്ടേക്കുന്നത് ഈ ചില്ലറ പൈസ ഇടുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതെന്തോ അമ്പലത്തിൽ ഇടാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഉണ്ടാക്കിയതാണ്, മറ്റേത് നമ്മുടെ ആവശ്യം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പോയി 500 ഇടണം എന്ന് വിചാരിച്ചു അമ്പലത്തിൽ പോയി ഭണ്ഡാരം കണ്ട 500 ഇടേണ്ടി വരും. അതുകൊണ്ട് അങ്ങോട്ട് പോക്ക് അവസാനിപ്പിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കില്ലേ? എന്ത് ചെയ്യണം? പതുക്കെ പതുക്കെ ഭാവന മാറ്റിയെടുത്താൽ മതി. കൂടുതലിട്. ഇതൊക്കെ ഭഗവാൻ നിറയ്ക്കുന്നു. ആ വിശ്വാസം നമുക്കില്ലാത്തത്. പോകുന്നതൊക്കെ ഭഗവാൻ, ത്യജിക്കുന്നതൊക്കെ ഭഗവാൻ അവിടെ ഫില്ല് ചെയ്യും. എന്തുകൊണ്ട് ഫില്ല് ചെയ്യും? ആ ഭഗത്വം കൊണ്ട് ഫില്ല് ചെയ്യും, അല്ലെ ഈശ്വരീയത കൊണ്ട് ഫില്ല് ചെയ്യും. നമുക്ക് വേണ്ടത് സുഖമാണ്. ആ സുഖമാണ് തിരിച്ച് പോയടത്തേക്ക് ഒഴിച്ചു തരുന്നത്. അതുകൊണ്ടാണ് വേദം തുടങ്ങിയിട്ടുള്ളവയിൽ ത്യാഗേനൈകേ അമൃതത്വം അശ്നുത. ത്യജിച്ചാലേ സുഖം കിട്ടൂ, അമൃതത്വം കിട്ടൂ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് ശീലിപ്പിക്കുന്നതാണ് ഈ ഉപാദാനം. എന്തെങ്കിലും കൊടുക്കുക. അതിൽ നമ്മളൊക്കെ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്, കൊടുത്തതിന് തെളിവുണ്ടാക്കും. പേരെഴുതി വെക്കും അല്ലേ? വിളക്ക് കൊടുത്തിട്ട് ലക്ഷ്മിക്കുട്ടി അമ്മ എന്ന് എഴുതി വെക്കും. ഭഗവതി നോക്കുമ്പോൾ നമ്മുടെ വിളക്കല്ല, അത് മാറ്റി വെച്ചു, അത് കത്തിക്കണ്ട, എൻ്റെ വിളക്ക് മാത്രം എൻ്റെ വീട്ടിൽ നമ്മൾ അങ്ങനെയല്ലേ ഉള്ളൂ. നമ്മുടെ ഉമ്മറത്ത് തെളിച്ചു വെച്ചേക്കുന്ന വിളക്കേൽ അയൽപ്പക്കംകാരൻ്റെയോ അയൽപ്പക്കംകാരിയുടെ പേര് എഴുതി വെച്ചേക്കുകയാണെങ്കിൽ അത് നമ്മൾ തെളിക്കുമോ? കാരണം അത് നമുക്ക് അപമാന. കാരണം കയറി വരുന്ന ആഹാ അപ്പുറത്തെ വീട്ടിൽ നിന്നാണോ വിളക്ക് വാങ്ങി കത്തിച്ചത്? അപമാന. ഭക്ഷണം കഴിക്കാൻ കൊടുത്ത് പണ്ടൊക്കെ ഈ ഗൃഹപ്രവേശമൊക്കെ നടക്കുന്ന സമയത്തിന് പേരെഴുതിയ പാത്രം കൊണ്ടേ കൊടുക്കുമായിരുന്നു. അപ്പുറത്തെ ആളുടെ പേര് എഴുതി വെച്ചേക്കുന്ന ഒരു പാത്രത്തിലോ അയൽവാസി വേറൊരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പാത്രം ഇല്ലാഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് വാങ്ങിയല്ലേ. ഇത് അയാൾ അയാൾ ചോദിച്ചില്ലെങ്കിലും അയാൾക്ക് അങ്ങനെ തോന്നുമോ എന്ന് പേടിച്ച് നമ്മളത് എടുക്കുകയല്ല, മാറ്റി വെക്കും. എന്ന് പറഞ്ഞ പോലെ ദേവിക്കും കാണുമായിരിക്കും അല്ലേ? കാണുമായിരിക്കാം. ദേവിയും വിചാരിക്കും പേരെഴുതിയതൊന്നും കൊടുക്കണ്ട, ഭഗവതി കാണുന്നു. ഭഗവതിയുടെ കണ്ണ് ഈ മുന്നോട്ട് 2 മാത്രമല്ല, എവിടെ എങ്ങനെ അനൗൺസ് ചെയ്യിച്ചൊക്കെ
ദേവി കാണും. ചിലരൊക്കെ വാശി പിടിക്കാറുണ്ട്, ഞാനൊരു 10,000 രൂപ കൊടുത്തിട്ട് ഒരക്ഷരം കമ്മിറ്റിക്കാർ മിണ്ടിയില്ല, മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തില്ല, അടുത്ത പ്രാവശ്യം വരട്ടെ ഓന്മാര് പിരിവിന് കൊടുക്കാം. അല്ലെങ്കിൽ ഈ നോട്ടീസിൽ അടിച്ച പേരിൽ എൻ്റെ ഇൻഷ്യൽ മാറിപ്പോയി, അക്ഷരത്തിൽ ഒരു വള്ളി കുറഞ്ഞു, പേരിൽ ഒരു വള്ളി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അടുത്ത പ്രാവശ്യം എന്നേക്കുമായി ആ ദേവൻ ഇനി ഒന്നും കൊടുക്കുകയില്ലെന്ന് നിശ്ചയിക്കുന്ന നമ്മളാ. എങ്ങനെ കൊടുക്കണം? മറ്റൊരാൾ അറിയാതെ കൊടുക്കാൻ ശ്രമിക്കുക പരമാവധി. അതാണ് ഉപാദാനം. അങ്ങോട്ട് കൊടുക്കുക, ഭഗവാൻ തന്നോളും. അത് ഉപാദാനം എന്ന പൂജ. ഇനി അത് കഴിഞ്ഞാൽ ഇജ്യ പൂജ ചെയ്യണം. പൂജ ചെയ്യാൻ നമ്മളെ ശ്രീലകത്ത് പോയിട്ട് അതിൻ്റെ പുറത്ത് പോലും കയറ്റില്ല. പിന്നെ എന്ത് ചെയ്യാം? പൂജ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. സമർപ്പണങ്ങൾ, പുഷ്പം കൊടുക്കാം. പുഷ്പം കൊടുത്താൽ നമ്മുടെ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരത്തിലെ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ടുള്ള പുഷ്പമാണ് കൊടുക്കുന്നത്. പഞ്ചഭൂതങ്ങളിലെ ആകാശത്തിന്റെ പ്രതീകമായിട്ടുള്ള പുഷ്പം, ഭൂമിയുടെ പ്രതീകമായിട്ടുള്ള ചന്ദനം, ജലത്തിന്റെ പ്രതീകമായിട്ടുള്ള തീർത്ഥം അഥവാ ജലം, വായുവിന്റെ പ്രതീകമായിട്ട് അഷ്ടഗന്ധങ്ങളെ കൊണ്ട് പുകച്ച ധൂപം, അഗ്നിയുടെ പ്രതീകമായിട്ട് നെയ്യിൽ തിരി കത്തിച്ച നെയ്ത്തിരി. ഇത്രയുമാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന 5 വസ്തുക്കൾ. അത് പഞ്ചഭൂതങ്ങളുടെ പ്രതീകമാണ്. അവിടെ മേശാന്തി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ടാണ് സമർപ്പിക്കുന്നത്. അവസാനം അമൃതത്വത്തിന്റെ പ്രതീകമായിട്ട് മധുരിക്കുന്ന പായസവും നിവേദിക്കും. അത് നമ്മൾ ഈ പഞ്ചഭൂതങ്ങളെ അങ്ങോട്ട് ദേവതയിലേക്ക് സമർപ്പിച്ചാൽ ഉണ്ടാകുന്ന ആനന്ദം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ പായസം കഴിച്ചു നോക്കിയാൽ മതി, സന്തോഷാവും. ആ സുഖമാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് പൂജ, ഇജ്യ. അപ്പൊ നമ്മൾ അത് അങ്ങോട്ട് കൊടുത്ത് തിരിച്ച് പ്രസാദമാക്കി കിട്ടുന്നതിനെ വളരെ ശ്രദ്ധാപുരസരം, ഭക്തിപുരസരം ഉപയോഗിക്കുമ്പോൾ പൂജ പൂർത്തിയായി. പ്രസാദം സ്വീകരിച്ച് ചന്ദനം, പല ദിക്കിൽ തെക്കൻ ജില്ലയിലൊക്കെ ചെല്ലുമ്പോൾ സങ്കടം തോന്നുന്നത് ഈ ചന്ദനം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ തൊടേണ്ടതെന്ന് പോലും അറിയാത്ത, അല്ലെങ്കിൽ തീർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ കുടിക്കണോ എങ്ങനെ കുടിക്കണോ എന്നറിയാത്ത ഒരു സിറ്റുവേഷനുള്ള പുതിയ തലമുറക്കാർ ഉണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൂടാ. പുതിയ തലമുറയെ ഇത് ശീലിപ്പിക്കണം, എങ്ങനെ പ്രസാദം സ്വീകരിക്കണം. ചിലര് പ്രസാദം കുടിക്കാൻ പശു വെള്ളം കുടിക്കുന്ന പോലത്തെ ഒച്ചയാ. അത് കഴിയുമ്പോൾ മിച്ചമുള്ളത് കൊണ്ട് അടുത്ത് നിൽക്കുന്നവരെല്ലാം തലയെ തളിക്കും, ഒറ്റ തളിയാ. നമുക്ക് മാത്രമേ അത് ഉപയോഗിക്കേണ്ടതുള്ളൂ. പൂജ, ആ തീർത്ഥം മേടിച്ച് ചന്ദനം നെറ്റിയിലറിഞ്ഞ്, ബാക്കിയാണെങ്കിൽ ഇപ്പൊ ശ്രീകോവിലിലെ ഭിത്തിയിലൊക്കെ തേച്ച് വെക്കുന്ന പതിവുണ്ട് നമുക്ക്, അല്ലേ? അങ്ങനെയുണ്ട്. ചിലരേ ചെയ്യുള്ളൂ. അപ്പൊ പ്രസാദം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇജ്യ അവസാനിച്ചു. അപ്പൊ അഭിഗമനം, ഉപാദാനം, ഇജ്യ. 4ാമത്തെ പൂജയാണ് സ്വാധ്യായം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്തോത്രങ്ങളോ കീർത്തനങ്ങളോ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ഒക്കെ പഠിക്കുക, അറിയാവുന്നവര് പഠിപ്പിക്കുക. മറ്റുള്ള നമുക്ക് ഇവിടെ ഓമന ടീച്ചറൊക്കെ ഇരിപ്പുണ്ട്. തൃക്കുടുത്താനം ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ രാവിലെ പോയിട്ട് ഓരോന്നൊക്കെ പഠിപ്പിക്കുന്നത് കാണാം, കുട്ടികളെയൊക്കെ. അപ്പൊ അത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവേണ്ടതാണ്. നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. അപ്പൊ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ മനസ്സിലാക്കുക. രാമൻ, കൃഷ്ണൻ അവരൊക്കെ എങ്ങനെയാ ജീവിച്ചത്? ഇപ്പൊ നമ്മുടെ കുട്ടികളുടെയൊക്കെ മോഡല് ജീവിതത്തിൽ ഒരിക്കലും കാണാത്തതും അവരുടെ വ്യക്തി ജീവിതം എന്താണെന്ന് തിരിച്ചറിയാത്തതുമായിട്ടുള്ള ആൾക്കാരാ. ഏതോ രാജ്യത്തുള്ള ചില പാട്ടുകാര്, ഏതോ രാജ്യത്തുള്ള ചില താരങ്ങള്, ക്രിക്കറ്റ് താരങ്ങള്, ഫുട്ബോൾ താരങ്ങള്, അല്ലെ മറ്റു നാട്ടിലുള്ള സിനിമാ നടന്മാര്, നടിമാര്, ഇവരൊക്കെയാണ് നമ്മുടെ മക്കളുടെ മോഡൽസ്. അവരുടെ വ്യക്തി ജീവിതം എന്താണെന്നൊന്നും കൃത്യമായിട്ട് അറിയാതെ നമ്മൾ അന്ധമായിട്ട് അവരെ അനുകരിക്കുക. അവർ മുടി വെട്ടുന്നത് പോലെ വെട്ടുക, അവര് കീറിയ പാൻസ് ഇടുന്നത് പോലെ നമ്മളും കീറിയ പാൻസ് ഇടുക, അവരിറക്കമില്ലാത്ത ഡ്രസ്സ് ഇടുന്നത് പോലെ നമ്മളും ഇടുക. ഇട്ടാൽ എന്താ ഗുണം? അവരെ പോലെ നടക്കുക. ഇതൊക്കെ പറഞ്ഞപ്പോൾ സ്വാതന്ത്ര്യത്തെ ഹനിക്കുക എന്ന് പറയും. അപ്പോ അവരെ ശീലിപ്പിക്കേണ്ടത് മാതൃകാ പുരുഷന്മാരായിട്ടുള്ള നമ്മളുടെ പുരാണത്തിലെ കഥാപാത്രങ്ങളിലെ അവരുടെ ജീവിത ശൈലിയെ പറഞ്ഞുകൊടുത്ത്, അവരുടെ കഥകളെ പറഞ്ഞുകൊടുത്ത്, എങ്ങനെയായിരിക്കണം സ്ത്രീ എന്നും എങ്ങനെയായിരിക്കണം പുരുഷനെന്നും എങ്ങനെയായിരിക്കണം സഹോദരന്മാരെന്നും സഹോദരി എങ്ങനെയായിരിക്കണം, എങ്ങനെ ആയിരിക്കരുത് എന്നുമൊക്കെ നമ്മുടെ പുരാണങ്ങളെയും ഇതിഹാസങ്ങളും പഠിക്കുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ വേദി കൂടിയാവണം ക്ഷേത്രങ്ങൾ. അവിടെ ഇരുന്ന് ഇതിനെ ചിന്തിച്ച് മനസ്സിലാക്കി അതിൻ്റെ അന്തസത്തയെ കുട്ടികൾക്ക് തിരിച്ചു ചോദ്യം ചോദിക്കാതിരിക്കണമെങ്കിൽ അന്തസത്ത അറിയണം. ഈ തത്വം, ഈ പറയുന്ന പുരാണങ്ങളുടെ തത്വം മനസ്സിലാക്കിയാൽ മാത്രമേ തിരിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ പറ്റൂ. അല്ലെങ്കിൽ തിരിച്ചു ചോദിപ്പിക്കാൻ എന്ന നാട്ടിൽ ധാരാളം ആൾക്കാരുണ്ട്.
പ്രത്യേകിച്ചും ഹൈന്ദവ വിശ്വാസങ്ങളെ തിരിച്ചു ചോദിപ്പിക്കാൻ. അതിന് കൃത്യമായി മറുപടി പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, അതിനെയൊന്നും നമുക്ക് ധാരണയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ സ്വാധ്യായം ചെയ്താൽ താനേ സംഭവിക്കേണ്ടതാണ് അഞ്ചാമത്തെ പൂജ, യോഗം. അത് ഈശ്വരനും ഞാനുമായിട്ട് ഒന്നായി ചേരുന്ന. അപ്പൊ ഈ 4 പൂജകളെയും കൃത്യമായി അനുഷ്ഠിക്കുന്ന ഒരുവന് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈശ്വരഭാവം, അതാണ് യോഗം. ഇതിനെ വളരെ വ്യക്തമാക്കി നമുക്ക് മുമ്പിൽ മനസ്സിലാക്കി തരികയാണ്. ശബരിമലയിൽ ചെന്ന് കഴിഞ്ഞാൽ അയ്യപ്പനെ തിരക്കി ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അയ്യപ്പൻ നമ്മളോട് പറഞ്ഞ് ഫ്രണ്ടിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, തത്വമസി, അത് നീ ആകുന്നു. ഏത്? നീ തിരക്കി വന്ന ആളെ, നിന്റെ ഉള്ളിലാണ് പ്രകാശിക്കുന്നത്, അല്ലേ? അപ്പോ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് വിളങ്ങുന്നത് എന്ന് നമ്മെ തന്നെ തിരിച്ചറിയിപ്പിക്കുന്ന ഒരു താന്ത്രിക സംവിധാനമാണ് ക്ഷേത്രം. അതിനെ ഈ പറഞ്ഞ അനുഷ്ഠാനങ്ങളിൽ അത് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന ബോധത്തോടുകൂടി അവിടെ എപ്രകാരമാണ് ചെന്ന് ആശ്രയിക്കേണ്ടത് എന്ന് സാമാന്യത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നിത്യവും ആരാധന ചെയ്താൽ എല്ലാവർക്കും ഈശ്വരനായി തീരാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെ കൃത്യമായി ആചരിക്കുക, മറ്റുള്ളവരെ കൊണ്ട് ആചരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് നമുക്ക് മുമ്പിൽ ഉണ്ടാവേണ്ടത്. ക്ഷേത്രത്തിലൂടെ എല്ലാവർക്കും ഈശ്വരഭാവത്തിലേക്ക് അല്ലെങ്കിൽ ഈശ്വരീയതയെ മനസ്സിലാക്കുവാൻ വേണ്ടി ഉപകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു 15 മിനിറ്റ് ഞാൻ അധിക പ്രസംഗം നിങ്ങളുടെ മുമ്പിൽ നടത്തിയിട്ടുണ്ട്. വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളൊരു സമയം കുറവ് കൊണ്ടാണ്. അതിൽ സദയം എല്ലാവരും ക്ഷമിക്കുക. എൻ്റെ വാക്കുകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗുരുക്കന്മാരുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എൻ്റെ വാക്കുകളിലൂടെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനുഷികമായിട്ടുള്ള കുറവുകൾ മാത്രമാണെന്ന് വിചാരിച്ച് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വര ഭാവത്തിലേക്ക് എത്തുവാൻ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി.